ജിമ്മിന് പോയിട്ട് എന്താ അവസ്ഥ? ജിമ്മിൽ പോയിട്ട് നല്ല രസമുണ്ട്. കണ്ണുള്ളതുകൊണ്ട് കണ്ണനാ എൻ്റെ മോട്ടിവേഷൻ. അതായത് ഓനെ ബോധിപ്പിക്കണം എന്നുള്ള ലെവലിലെങ്കിൽ ഞാൻ പോകുന്നുണ്ട്. അതാണ് എൻ്റെ മോട്ടിവേഷൻ. ഓൻ വിളിക്കും, എവിടെങ്ങള് ഇന്നില്ലാക്കെ പറഞ്ഞാൽ ഞാൻ പറ്റൂല, വരണം കേട്ടോ, വരണം. അങ്ങനെ ഒരു കാര്യം പറയാത്തണം. അപ്പൊ ആയിക്കോട്ടെ, ഞാൻ വരാം. ഇപ്പോൾ 10 ദിവസമായി. എനിക്ക് 10 ദിവസമായില്ല, 10 ദിവസമായി. ഓരോ സ്ഥലത്ത് കളിക്കുമ്പോൾ ഓരോ സ്ഥലത്ത് വേന. അപ്പൊ ആ മെഷീനൊക്കെ വെൽ ഡിസൈൻഡ് ആണ്. ഓരോ സാധനം അടിക്കുമ്പോൾ ബൈസെപ്സ് ആണ് അടിക്കണമെങ്കിൽ അന്ന് ഫുള്ള് ബൈസെപ്സിന് ഫുള്ള് വേന. ട്രൈസെപ്സ് പറഞ്ഞ ഒരു സാധനം അടിക്കുമ്പോൾ ഇവിടെ നല്ല വേന. ഓരോ സാധനം അപ്പൊ ആ മെഷീൻസ് വെൽ ഡിസൈൻഡ് ആണ്. അത് മെഷീൻസ്. പിന്നെ ഇത് വേദനിക്കുന്ന എന്താ എനിക്കറിയില്ലേ? വേദനിക്കുന്നത് ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് അത് ഇതാവണോ, ബേണ് ആവണതാ? അല്ലല്ല, വേദനിക്കണ അവിടെ മസിൽസ് ഡാമേജ് ആവാണല്ലോ. എന്നിട്ട് അത് റിപ്പയർ ചെയ്ത് വരുമ്പോ അത് അങ്ങനെ കേട്ടിട്ടുള്ളത്. അതതിന്റെ സയൻസ് അങ്ങനെ തോന്നുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യണട്ടെ. ഈ നാട്ടെ UFC ഇപ്പൊ വന്ന് കണ്ടില്ലേ, ജോൺ ജോൺസ് മോനെ. ഒരു ഫിസിക്ക് കണ്ടാലേ നമ്മളെ ടൈസൺ ഫ്യൂരിന്റെ മാതിരി അയക്കണില്ല ചെങ്ങായി. പക്ഷെ ഇപ്പത്തെ ലുക്ക് ഉണ്ടല്ലോ, ഓനൊരു ആനിമേഷൻ ക്യാരക്ടറിലൊക്കെ ഇട്ടാ ഇത് വില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആ ലെവലില് ചെങ്ങായി വന്നിരിക്കണം. സത്യം. എമ്മാരി പേഴ്സോനാണ് ഇപ്പത്തെ ആ ഫൈറ്റ്. എമ്മാരി ലെജിറ്റ് ചെയ്യുന്ന ഫൈറ്റ് അല്ലേ? ഒന്നും അല്ലാതാക്കി കളഞ്ഞ ലാസ്റ്റിലേക്ക് ഓൻ്റെ അത് കണ്ടില്ല, ഒരു അടിന്ന് മാറ്റി അടിക്കുന്ന കുത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അടിക്കും. എൽബോ അല്ലേ? എൽബോന്റെ സ്പേസ് ഉണ്ടാവില്ല. എൽബോക്കുള്ള സ്പേസ് ഞാൻ തൊട്ട് അയാൾ ക്രിയേറ്റ് ചെയ്യല്ലോ. എൽബോന്റെ സ്പേസ് ഇങ്ങനെ വന്ന് ഇങ്ങനെ അടിക്കലല്ലേ. ആ ബോഡിയുടെ എല്ലാ പാർട്ടും യൂസ് ചെയ്യുന്ന ഒരു ഫൈറ്റർ. സത്യം. ഒരാൾ നിൽക്കുന്നു തോന്നിട്ടോ. അതിൽ ആരെ അടിക്കാൻ പറ്റിയൊരു ടെക്നിക്സ് ഉള്ള ആളായിരിക്കും തോന്നുന്നത്. പെരേരയും ജോൺസും മത്സരം വരണം. പക്ഷെ പെരേര വെയിറ്റ് ക്ലാസ്സിൽ കുറച്ച് താഴല്ലേ. പക്ഷെ പെരേരന്റെ കാല് ഹാമറ എന്നല്ല പറയണ, അയാളെ കാല്. അത് സ്റ്റൈൽ ബെൻഡർ അടിച്ചിട്ടുണ്ട് പണ്ട്. പെരേരനെ അടിച്ചിട്ടുണ്ട് അങ്ങനെ. പക്ഷെ ബീറ്റ് തോറ്റു വന്നവരൊക്കെയാണ് ലെജൻസ് ആയിട്ടുള്ളത്. അങ്ങനെ ഒരു സാധനം ഉണ്ട്. ആ മറ്റേ ഇസ്ലാമും അങ്ങനെ ഒരു കളി തോറ്റു വന്നല്ലോ. ഗ്രാപ്ലേഴ്സ് ശരിക്കും ഗെയിമിന്റെ ഭംഗി കളയുന്നതാണ്. അങ്ങനെ തോന്നില്ല കേട്ടോ. അതിനെ പറ്റി അങ്ങനെ പറയാൻ അറിയുന്നില്ല. നമ്മളിതിപ്പോ ഫൈറ്റേഴ്സ് ആൾക്കാർ മാത്രമാണ്. അപ്പം ഈയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറച്ചെങ്കിലും അങ്ങനെ ഫോളോ ചെയ്ത് കാണാൻ തുടങ്ങിയത്. അല്ല നമുക്ക് അറിയണ ഫൈറ്റർ ആരാ? ടൈസനും മുഹമ്മദ് അലിയും മാത്രമാണ്. ആ ഫൈറ്റല്ലേ കണ്ടിട്ടുള്ളൂ. ടൈസന്റെ ഫൈറ്റ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കാണുന്നല്ലാതെ. പിന്നെ UFC ഈ രസം ഭയങ്കര രസം തന്നെ. സാധനം ശരിക്കുള്ള തല്ലല്ലേ, രണ്ടുപേർ തല്ല് പഠിച്ച ശരിക്കുള്ള തല്ലാന്ന് അപ്പോഴും പറയാൻ പറ്റില്ല. അപ്പോഴും റൂൾസ് ഉണ്ടല്ലോ. ശരിക്കുള്ള തല്ല് പറഞ്ഞാല് എന്നാലും ഓൾമോസ്റ്റ് ഒരു 70 പറയല്ലേ. അതായത് മറ്റേത് ഇങ്ങനത്തെ കുത്തു പോലും പറ്റുമല്ലോ. ഇങ്ങനത്തെ കുത്ത് ബാക്കിൽ അടിക്കാൻ പറ്റില്ലല്ലോ, അടിക്കാൻ പറ്റില്ലല്ലോ. ശരിക്കുള്ള നല്ല ഒന്നും ഇല്ലല്ലോ. ആമ്പിളാക്ക് പറ്റും നോക്കി അടിക്കാവൂലെ. ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുന്നു തോന്നുന്നില്ല ആള്. ഈ ഭാഗം ഭയങ്കര ഇതല്ലേ? അതെ. ഒരു ബോക്സറുടെ ഇത് പോയിട്ടുണ്ടല്ലോ, പേര് വന്നു. ഒരു ഭയങ്കര സീനാ. റാബിറ്റ് പഞ്ചസ് എന്നാ പറയാ. റാബിറ്റ് പഞ്ച് ഇവിടെ പഞ്ച് പാടില്ല എന്നാ പറയാ. എന്താ റാബിറ്റ് പഞ്ച് അറിയണാവല്ലേ? എനിക്കറിയില്ല, അങ്ങനെയാണ് തോന്നുന്നുണ്ട്. ഞാൻ റോങ് ആയിട്ടാണോ പറയണാവോ? നമുക്കിപ്പോ എല്ലാം ചെക്ക് ചെയ്ത് അത് നല്ലൊരു സ്വഭാവം. നമുക്കൊക്കെ വരേണ്ട ഒരു സ്വഭാവം അത് നല്ലതല്ല ആക്ച്വലി. എന്നിട്ട് നമ്മള് മൈത്രയും പറയണൊക്കെ ലെവലിലേക്ക് എത്തുമായിരിക്കും. അയാൾ കോൺഫിഡൻസിൽ പറയണ എന്താ വെച്ചാല് 73,000 ആള് പഠിച്ചോടെ തന്നെ പിന്നെ എത്തി നമ്മളിപ്പോ ഫസ്റ്റ് സർക്കിൾ ആയിട്ടുള്ളൂ. അയാളിലേക്ക് എത്താൻ, അയാളെ സെഷനിലേക്ക് എത്താൻ എത്ര സമയമുണ്ട്? അപ്പം നമ്മളിപ്പോ തന്നെ ഉറപ്പിച്ച് പറയണം എന്നുള്ള ഒരു നിർബന്ധമൊന്നും ആവശ്യമില്ല. നമുക്ക് ചെക്ക് ചെയ്യണം. ആ ഡൗട്ടിൽ നമുക്ക് നിൽക്കാമല്ലോ. ഞാൻ ഇന്നലെ എനിക്കൊരു മെസ്സേജ് റീൽ അയച്ചിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത അപ്പൊ തന്നെ. കാരണം ഞാൻ ആ റീൽ അയക്കുമ്പോ ഞാൻ ഏതൊരു പോഡ്കാസ്റ്റിന്റെ രംഗാണ്. പിന്നെ അതെന്ന് കേട്ടപ്പോ എനിക്കത് തോന്നി അത് ശരിയാണെന്ന്. മനസ്സിലാക്കി. അതായത് അതിലെ ലെജിറ്റിമസിയോ ഒന്നും ഞാൻ നോക്കിയില്ല. ഞാൻ എന്തോ സെർച്ച് ചെയ്യണ സാധനമായിട്ട് അത് മാച്ച് ആവട്ടെ. അതായത് അത് ശരിവെക്കുന്ന ഒരു സാധനമാണത്. അപ്പൊ ഞാൻ എനിക്ക് അപ്പൊ തന്നെ ഫോർവേഡ് ചെയ്തപ്പോ ഞാൻ ഇങ്ങനെ നോക്കി, ഇതിലും ലെജിറ്റിമേറ്റ് ആണ് ആ പറഞ്ഞ ആളെ അയാളുടെ ഇത്. അപ്പൊ പിന്നെ ഇതെങ്ങനെ ചെക്ക് ചെയ്യാതെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഈ കോൾഡ് പ്ലഞ്ചിനെ പറ്റിയിട്ട്
ഒരു കോൾഡ് പ്ലഞ്ചിനെ പറ്റിയിട്ടൊരു സാധനമായിരുന്നു, റീലായിരുന്നു. കോൾഡ് പ്ലഞ്ച് ഈ നമ്മൾ ഐസ് ബാത്ത് ഇപ്പം അടുത്ത് ഭയങ്കരമായിട്ട് പോയിരുന്നു. നമ്മൾ ഐസിലിങ്ങോട്ട് രാവിലെ ഇറങ്ങുന്ന കഴിഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റ്സ് ആണ്, നമുക്ക് അങ്ങോട്ട് സെറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുള്ള അതിനെ പറ്റിയിട്ട് എന്തോ അത് അത്രക്കണ്ട് ആവണില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമായിരുന്നു, ഉറപ്പില്ല. പക്ഷെ അത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തില്ലേ കോൾഡ് ബാത്തിന്റെ ആ ഡോപ്പമിൻ ഹിറ്റ്? ഇല്ല, ഞാൻ അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. നമ്മൾ ഐസ് പഞ്ചാണ് ചെയ്യേണ്ടത്. ഐസ് പഞ്ചാണ് ചെയ്യേണ്ടത്. പക്ഷെ ഈ തണുപ്പ് നമ്മളെ എഫക്ട് ചെയ്യുന്ന ആ ഒരു ഡോപ്പമിൻ റഷ് ഫീൽ ചെയ്തില്ല എനിക്ക്? എനിക്ക് അങ്ങനെ എനിക്ക് ഭയങ്കര ഇതാണ് തോന്നുന്നു, പേടി വന്നിട്ടുണ്ട് തണുപ്പിലേക്ക് ഇറങ്ങിയത്. അങ്ങനെയോ? ഈ തണുത്ത കുളിയൊക്കെ ഉണ്ടല്ലേ രാവിലത്തെ, അത് നമുക്ക് കുറച്ച് സമയം കിട്ടുന്ന ഒരു ഫ്രഷ്നെസ്. അപ്പം അത് കോൾഡ് ബാത്തിനെ പറയണത് അതിൻ്റെ ഡോപ്പമിൻ ഇത് ലാസ്റ്റ് ചെയ്യുന്നതാണല്ലോ. ഡ്രഗ്സിനൊക്കെ ഉള്ള പോലത്തെ സഡൻ ആയിട്ടുള്ള പീക്കും ഡൗണും അല്ല, അതിൻ്റെ ആ ഇത് ലാസ്റ്റ് ചെയ്യുന്നവർ കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ പോയി വരുമെന്ന്. അപ്പം എനിക്ക് തോന്നലുണ്ട് ആ ഒരു പേഴ്സണലി നോക്കുമ്പോൾ. പിന്നെ ഇയാളൊക്കെ ചെയ്യണ കുറേ കണ്ടിട്ടുണ്ട്, ജോ റോഗനൊക്കെ അത് ചെയ്യുന്നുണ്ടേ. പക്ഷെ അത് ലൈക്ക് അവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് വിചാരിച്ചത്ര ഇല്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ്. അല്ല, അവർക്ക് എന്തിനാ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം? അത് ട്രൂ. അവർ കമ്പനി അല്ല, ഞാൻ ചോദിക്കുകയാണ്, ഒരു കമ്പനി ഒന്നല്ലല്ലോ. ആർക്കും ഒരു ബാത്ത് ഡബ് ഉണ്ടെങ്കിൽ ഐസ് ഇട്ടിട്ട് അതാലോചിച്ചിട്ടാണ് ഞാൻ ഡിലീറ്റ് ആക്കിയത്. ഏത്? അതാണ് എന്തിനപ്പോ അങ്ങനെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യം? വേറൊരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അതെ അതെ, അല്ലാതെ എന്താണ്, ഒരു പ്രൊഡക്റ്റ് ഒന്നല്ലല്ലോ. പിന്നെ എന്തൊക്കെയോ സയൻസിന്റെ ഇയാളെ ഹ്യൂബർമാനെ ഇതിൽ പറയുന്നുണ്ട്. അയാൾ പിന്നെ എല്ലാത്തിനും പേപ്പർ പറയും, അതിൻ്റെ ബെനിഫിറ്റ്സിൻ്റെ പേപ്പേഴ്സൊക്കെ അയാൾ പറയുന്നുണ്ട്, ജേർണൽസൊക്കെ പബ്ലിഷ് ചെയ്തേക്കുന്ന. ഫൈറ്റ് ഐസ് ബാത്തിലേക്ക് പോയല്ലോ. ടൈസന്റെ മാച്ചുണ്ട്, ഈ ജെയ്ക്ക് പോൾ ടൈസൺ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് അയാൾക്ക് ഈ വയസ്സാം കാലത്ത് നിങ്ങളൊക്കെ എന്താ വിചാരിക്കുന്നത്, പണ്ട് ടൈസൺ അടിച്ച പോലെ അയാൾ അടിക്കുന്നോ? അല്ല, ആ ഫൈറ്റിന്റെ ഒരു ലെജിറ്റിമസിന്റെ പ്രശ്നമാണ്, അതുകൊണ്ടല്ല. എത്ര വയസ്സേക്ക് ഇപ്പൊ നീ അങ്ങനെ ഹിസ്റ്ററിയിൽ മുന്നേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഉണ്ട്. അലിയുടെ ഒക്കെ ലാസ്റ്റ് മാച്ച് ഈ ഏജിലാ? അലി ലൈക്ക് ഈ ഇത്ര ഏജ് ഇല്ല, പക്ഷെ അലി ലൈക്ക് കഴിഞ്ഞിരുന്നു. എനിക്ക് മനസ്സിലായോ? അലി ഓവറായിരുന്നു. അലി കഴിഞ്ഞിട്ട് അലി പോയിട്ട് ഇങ്ങനെ പഞ്ച് ഇങ്ങനെ വാങ്ങി ലാരി ഹോംസിനെതിരെ പഞ്ച് വാങ്ങി. അതായത് അലി ഒന്നും ചെയ്യുന്നില്ല, അലി വിടൂല്ല. ലാസ്റ്റ് വരെ പോയിട്ട് അലി ഇങ്ങനെ വാങ്ങുമായിരുന്നു. ഇതൊക്കെ ഞാൻ അങ്ങനെ അതിൻ്റെ ഇത് കണ്ടു, പൈസ ഉണ്ടാക്കാനാണ് അയാളാകെ പൈസ തകർന്നിരിക്കുകയാണ്, പൈസ ഉണ്ടാക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ കണ്ടു. എനിക്ക് തീരെ ഫണ്ടൊന്നുമില്ല ആ ഫൈറ്റ്. എനിക്കത് പേഴ്സണലി എനിക്കത് ലൈക്ക് ഇഷ്ടമായി സത്യം പറഞ്ഞാൽ. എടാ, അയാൾക്ക് ഇപ്പോൾ ഒരു കുത്തൊക്കെ കൊടുക്കണ പോട്ടെ, അയാൾക്ക് ബാധിക്കൂല അത് ശരിക്കും ഒരു കുത്തൊക്കെ കിട്ടിയത്? അതിന് മൂപ്പർക്ക് അങ്ങനെ കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് അതിൽ അത് എന്താണ് അതിനപ്പോൾ അതൊരു ലെജിറ്റ് അല്ലല്ലോ ആ ഫൈറ്റ്. ലെജിറ്റ് അല്ല. മൈക്ക് ടൈസൺ ഈ പ്രായത്തിൽ ലെജിറ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റിന് ഇറങ്ങാന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പാടില്ല എന്നുള്ളടത്താണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ അത് എക്സിബിഷനാണ്, ഒരു എക്സിബിഷൻ, ഫ്രണ്ട്ലി മാച്ച് എന്നൊക്കെ പറയില്ലേ. നമ്മളിപ്പോ ഫ്രണ്ട്ലി മാച്ചിന് സീരിയസ് ആയിട്ട് ഒരു ടാക്കിൾ ചെയ്യുന്നുണ്ടാല് നമ്മൾ പറയും അത് ഫ്രണ്ട്ലി മാച്ച് അല്ലേ, ഫ്രണ്ട്ലി മാച്ച് അങ്ങനെ അല്ലേ. അങ്ങനെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. എനിക്ക് മനസ്സിലായി. എനിക്ക് അല്ലാതെ ഈ വയസ്സിൽ മൂപ്പരെ കൊണ്ടുപോയിക്കാണ്ട് അടി വാങ്ങിപ്പിച്ചിട്ട് സൈഡാക്കി കടത്തിയിട്ട് എന്ത് കിട്ടാനാണ്? നമുക്കൊക്കെ സ്നേഹം കൊണ്ട് പറയണ അയാൾ പോകരുതെന്ന് എനിക്ക്. പിന്നെ അയാൾക്ക് കുറച്ച് ഫണ്ടും കിട്ടല്ലേ, അങ്ങനത്തെ ഫൈറ്റ് രീതിയിൽ തീരെ ഇല്ല. ജെയ്ക്ക് പോള് എനിക്കും തോന്നിയത്. പക്ഷെ ടൈസന്റെ അടുത്ത് ഒന്ന് കിട്ടിക്കുകയാണെങ്കിൽ പോള് വീണിരുന്നുണ്ട്. എപ്പോഴും ആ സാധനം ഒന്ന് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ കുടുങ്ങിയിരുന്നു. അയാൾ ആ ഇങ്കാരനെ ട്രെയിൻ ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ടൈസന്റെ അടുത്തേക്കൊന്നും പോയി നമുക്ക് വർത്താനം പറയാൻ പറ്റില്ല, അതോ കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞില്ല. അതേപോലെ ഇങ്കാരൊക്കെ സംഭവിച്ച സംഭവം. അയാള് ആന്റണി ജോഷ് അല്ലേ, പീസ്റ്റ് മനുഷ്യനെ. അപ്പൊ ബോക്സിങ് കിക്ക് ബോക്സിങ് എത്ര വ്യത്യാസമുള്ള രണ്ട് സ്പോർട്ട് തന്നെയല്ലേ. റൂൾസ് വരുമ്പോ അതിന്റെ ഇത് മാറല്ലേ. ഇപ്പൊ ഓരോന്നിലും ഓരോ ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോ നമ്മളെ മൈൻഡ് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കണം, അത് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ ചെയ്യാം, അത് മാക്സിമം സെറ്റ് ആക്കിയിട്ടല്ലേ നിക്കുന്നത്. അപ്പോൾ കളികൾ അതിനനുസരിച്ച് ആ റൂൾസ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. ഈ ഞാൻ പേഴ്സണലി ആക്ച്വലി ഷെയർ ചെയ്യുന്നില്ല ആ ഒരു വിനോദം കേട്ടോ. പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, അതിപ്പോൾ വെറുതെ ഡിനൈ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ
അപ്പോൾ കുറച്ച് 100 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ഭയങ്കര അത്ഭുതത്തോടെ നോക്കി കാണും അങ്ങനെ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടിന്നൊരു സാധനം വിനോദമായിട്ട് കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നില്ല അത്. അപ്പൊ ഈ മറ്റേ കൊളോണിയസ് എന്താണ് കൊളോണിയൽ അവിടെ അതിലങ്ങോട്ടും കൊണ്ട് വെട്ടി കൊന്നിരുന്നില്ലേ? അപ്പൊ നമ്മൾ നോക്കുമ്പോ എങ്ങനെയാ നോക്കി കാണുന്നതിനെ? ശരിയാണ്. പക്ഷെ നമ്മള് ഇത് കുറേ കാലമായിട്ട് നമുക്ക് കിട്ടിയ സാധനമല്ലേ. ഇപ്പൊ ഞാനിപ്പോ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇല്ലേ, AI മനുഷ്യനെ പോലെ ആവാൻ പ്രയാസമാണ്. കാരണം എന്താ വെച്ചാൽ എക്ക് വിശപ്പറിയില്ലല്ലോ, എക്ക് മറ്റേ നമ്മുടെ സെക്ഷൽ ഡ്രൈവ് അറിയില്ലല്ലോ. അപ്പൊ അതൊന്നും അറിയാതല്ല അത് വരുന്നത്. അതിന് മനസ്സിലാക്കാൻ നോക്കാന്നല്ലാതെ അത് അതിനറിയാൻ പറ്റുമോ? അപ്പൊ അതിന്നൊക്കെ കിട്ടിയതല്ലേ നമുക്ക് ഈ വയലൻസും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഹംഗ്രിയാണ്, അപ്പുറത്തുള്ളവരും ഹംഗ്രിയാണ്. ഒരു ഐലൻഡിലാണ് നിങ്ങൾ നിൽക്കുന്നത്, ഒരു ഐലൻഡില്. അവിടെ വയലൻസ് ഉണ്ടാവോ? ഉണ്ടാവില്ലേ? ഉണ്ടാവണ്ടല്ലേ? നമ്മളെ ആ ഒരു വിശപ്പിന്റെ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാത്തിനും നമ്മൾ ഓക്കെ ഇടുമല്ലോ. അനിമല് ശരിക്കും നമ്മൾ അനിമൽ പുറത്തേക്ക് വരില്ലേ? ആ വിശപ്പ് ആ ലൈനെത്തുമ്പോൾ നമ്മൾ അനിമൽ പുറത്തേക്ക് വരും എന്നല്ലേ? അതെ, അത് വരും. അപ്പം എക്ക് പക്ഷെ എന്നെ പറയുന്ന ഡേഞ്ചറസ് എന്താ വെച്ചാൽ നമ്മൾ വന്ന സാധനമില്ലേ അതാണ് നമ്മൾ കൊണ്ടുപോയിട്ട് കൊടുക്കണത്. എവിടെ എത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ പോയ സ്ഥലത്ത് എത്തിനല്ലോ, ഈ ഡാറ്റനെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കണം. ആയിക്കോട്ടെ, പക്ഷെ എവല്യൂഷണറി ആയിട്ട് നമ്മളെ ജീനിലൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയ ഓരോ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഡാറ്റ അയക്കണല്ലോ. നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ ഇല്ലേ, ഈ ഈവിളും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് എക്സ് ഓൾറെഡി ഫോംഡ് ആണ്. ആ എക്സ് ആണ് കൊണ്ടുപോയി നമ്മൾ അതിൽ ഇടുന്നത്. പക്ഷെ അതിനെ ഫീൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഫീൽ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ ഹങ്കർ ഇങ്ങനെയൊക്കെയാണ് അതിന് മനസ്സിലാക്കാം. ഇതാണ് പോവർട്ടി അല്ലെങ്കിൽ ഇതാണ് ഹങ്കർ ഫീൽ ചെയ്യണ്ടല്ലോ. അപ്പൊ അത് മ്യൂസിക് ഉണ്ടാക്കിയില്ലേ, അത് ചിത്രം വരയ്ക്കണില്ലേ, ആ മ്യൂസിക് ഫീൽ ചെയ്തിട്ടല്ലോ അതൊരു പ്രൊഡക്റ്റ് അത് ഡെലിവർ ചെയ്യണത്. അത് ഉണ്ടാക്കുന്ന സ്ട്രക്ചറൊക്കെ അതിനറിയാലോ. അറിയാം, അതുണ്ടാവുമല്ലോ. ഇങ്ങനെയാണ് കറക്റ്റ് മ്യൂസിക് എങ്ങനെ ഉണ്ടാക്കേണ്ടത്. ഗുഡ്, അതായത് അപശബ്ദം വരുമ്പോ അതിന് മനസ്സിലാവുന്നുണ്ടാവും. അത് അതിനറിയുണ്ടാവൂലേ? അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ഇത് ഹങ്കർ അറിയാതെ ഹങ്കർ ഇപ്പോൾ അപ്പുറത്തുള്ള ആൾക്ക് ഹങ്കർ അറിയാം, ഇപ്പുറത്തുള്ള ആൾക്ക് ഹങ്കർ അറിയൂല. അപ്പോൾ ഹങ്കർ അറിയുന്ന ആളുടെ ഹങ്കർ എനിക്കത് മനസ്സിലാവും എങ്ങനെ പറയാൻ പറ്റൂല. അത് പറ്റൂല. അപ്പോൾ എക്ക് നമുക്കുള്ള ഹങ്കറും നമുക്കുള്ള ഇമോഷൻസ് അതിന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റൂലല്ലോ എന്നല്ല ഈ പറയണേ. ഗ്രാസ്പ് ചെയ്യാൻ പറ്റൂല അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുമോ? ഇമോഷൻസിൻ്റെ റിയാക്ഷൻ അതിന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും എന്താണെന്നുള്ള അല്ലേ. ഇപ്പോൾ വയലൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ അതിനാവാൻ പറ്റുമായിരിക്കും. മനുഷ്യൻ വയലൻ്റ് അതിൻ്റെ ഡേറ്റ അതിൻ്റെ അടുത്തുണ്ട് കൂട്ടിക്കും. ഇങ്ങനെയാണ് വയലന്റ്. അപ്പൊ അതിനത് പുള്ള് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ അത് മ്യൂസിക് ഇപ്പൊ ഉണ്ടാക്കിയില്ലേ, ഓൾറെഡി ഉള്ള സാധനം ഉണ്ടല്ലോ, അപ്പൊ അത് വെച്ചിട്ട് ചെയ്തില്ലേ. അപ്പൊ മ്യൂസിക് ഫീൽ ചെയ്തില്ല, അത് എൻജോയ് ചെയ്തിട്ടുണ്ടാവില്ല മ്യൂസിക്. അപ്പൊ ആ ഇമോഷൻ അതിനില്ല. ഓക്കെ, പക്ഷെ അതിന് ആ സാധനം പുള്ള് ചെയ്യാൻ പറ്റി. അതേപോലെ വയലന്റ് ആവാൻ പറ്റുമായിരിക്കും അതിന്, പക്ഷെ അത് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സാധനം പുള്ള് ചെയ്യാൻ അങ്ങനെ വരുമോ? അങ്ങനെ വരുമ്പോൾ ഭയങ്കര പ്രശ്നമുണ്ടല്ലേ. അതിന് ഒറിജിനൽ സാധനം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, ഫീൽ ചെയ്യാൻ പറ്റുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിപ്പോ ഈ ഫീലിങ്സ് ഇതിന് ഇപ്പൊ സാഡും ഇതൊക്കെ വേണമെങ്കിൽ എങ്ങനെ ഇതിപ്പോ ഇതിന് ഫീലിങ്സ് കൊടുക്കുക, ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് നമ്മളെ മുഖത്തിന്റെ റിയാക്ഷനൊക്കെ കണ്ടിട്ടാണോ ഇങ്ങനെയാണ് ഈ ഫീലിങ് റിയാക്ട് ചെയ്യേണ്ടതെന്നാണോ അത് പഠിക്കുന്നത്, അതോ അതിനുള്ളിൽ ശരിക്കും അത് ഫീല് കിട്ടുന്നുണ്ടോ? കിട്ടൂലല്ലോ. പ്രണയം എങ്ങനെ അത് ഫീൽ ചെയ്യാ? പറ്റൂല, ഒന്നുമില്ല. അത് ഇമോഷൻ എന്തായാലും ഫീൽ ചെയ്യില്ലല്ലോ. അപ്പോൾ ഭയങ്കര ഇന്റലിജന്റ് ബീങ് ആണെങ്കിലും നമ്മൾക്കൊക്കെ ഇത് കോഡഡ് ആയിട്ട് കിട്ടുന്നില്ല. കുറെ ജനറ്റിക്കലി നമുക്ക് നമ്മളെ വാപ്പാരും വരെ വെല്ലിപ്പാര അവിടുന്ന് തൊട്ടിട്ട് നമ്മളെ ആ സിംഗിൾ സെല്ല് വരെ പോകുന്നുണ്ട് അതിന്റെ കോഡിങ്. അപ്പൊ പിന്നെ എങ്ങനെ ഇത് കിട്ടാതെ ഈ ഡാറ്റാസ് ഫുള്ള് ഇതിന് ആ ഇമോഷൻസ് കിട്ടുമോ? അപ്പൊ ഇത് അങ്ങനത്തെ ഒരു സാധനമായി മാറുമോ? എനിക്ക് മനസ്സിലാവുണ്ടോ? ഇത് ഞാൻ ഇതിനെ കാണുന്ന ഇത് ഒറ്റക്കൊരു ബീയിങ് ആയിട്ട്, ഈ ടെർമിനേറ്ററിലൊക്കെ കാണുന്ന മാതിരി ഇതൊരു ബീയിങ് ആയിട്ട് റോബോട്ടിനെയൊക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ വേറെ സ്പീഷീസ് പോലെ നമ്മളെ കാണുന്നോണ്ടാണോ നമുക്ക് ആ വയലൻസ് കാണുന്നത്? വയലൻസ് ഓൾറെഡി ഉണ്ടല്ലോ ഡാറ്റയില്. അതിനിപ്പോ അതിന് ലേൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം, അതുണ്ടല്ലോ. അഗ്രസീവായിട്ട് അത് മാറാനുള്ളൊരു സാധ്യത അറിയില്ല.
അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഞാൻ കാമായി ശരിക്കും. കാരണം വെച്ചാൽ അതായത് മനുഷ്യനാവാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോ, മനുഷ്യനാവാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോ എനിക്ക് എയുടെ കാര്യത്തിൽ വലിയൊരു ബേജാറ് പോയാൽ മതി. ഇനിയിപ്പോൾ ആവില്ലെന്നൊന്നുമല്ല, പക്ഷെ നമ്മളെ ഉള്ളിലൊരു പാനിക് ഉണ്ടാവില്ല. അവിടെ ചെന്നത് ടെർമിനേറ്റർ അല്ലെങ്കിൽ മാട്രിക്സ് മാതിരി ആവും. അങ്ങനെ പാനിക്കൊന്നും നിൽക്കില്ല കേട്ടോ. ഇല്ലല്ലേ, എന്തിനു പാനിക്? വെറുതെ ഇരുന്ന് ചിന്തിക്കാൻ സമയം ഓൾറെഡി മീനിങ്ലെസ് ആയിട്ടുള്ള പ്രോസസ്സിലാണ് നമ്മളുള്ളത്. ഇനിയിപ്പോൾ അതിനകത്ത് എന്ത് ബുക്കിന്റെ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ പറയണത് എന്ന് വെച്ചാല് സാഡ്നെസ് അല്ല, ലൈഫ് സഫറിങ് ആണെന്നുള്ളത് പണ്ടൊട്ടിട്ടുള്ള സാധനമാണ്, പണ്ടൊട്ടിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണെന്ന് പറഞ്ഞിട്ടാണ് അത് പറയുന്നത്. പറയുന്നുണ്ട്, അതല്ലാന്ന് പറഞ്ഞു വെക്കാണ് മൈത്രേ. സാഡ്നെസ് അല്ലാന്ന് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. ഷെയർ ചെയ്യട്ടെ നോക്കാതെ അതിനത്ര കനമുള്ളതാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് സ്ട്രോങ് എനഫ്, അതിൽ ഏൺ ചെയ്യേണ്ട സാധനല്ലേ. അതെ, സ്ട്രോങ് എനഫ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ആര് ഐഡിയ അല്ല ആവട്ടെ ഞാൻ പ്രത്യേകിക്കുന്നു കേട്ടോ, മനസ്സിലായി. പക്ഷേ ഐ ഹാവ് മൈ ഡൗട്ട്സ്, ലൈക്ക് അത് അത്രയും സ്ട്രോങ് ആയിരിക്കും എന്നുള്ള. ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ ശാസ്ത്രപരമായിട്ടേ. ഞാൻ എൻ്റെ ഒരു ഇത് പറയട്ടെ എന്നോട്, സയന്റിഫിക്കായിട്ട് എങ്ങനെ ചിന്തിക്കേണ്ടത് എന്നുള്ളതൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ കുറച്ചും കൂടി. എനിക്ക് മനസ്സിലായോ? അതായത് അങ്ങനെയാണല്ലേ, ക്ലാരിറ്റി കുറെ കിട്ടുന്നുണ്ട് മൂപ്പരെ സംസാരങ്ങൾ കേൾക്കുമ്പോഴും പുറത്തൊക്കെ നിൽക്കുമ്പോഴൊക്കെ. വെയ്ഗായിട്ട് ഇങ്ങനെ കിടക്കല്ല ഇൻഫർമേഷൻസ്, ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ. ക്ലാരിറ്റി ഇട്ടിട്ട് ഇങ്ങനെ ഓക്കെ നമുക്ക് ബോക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഇതാണത്. പടങ്ങൾ ഏതൊക്കെ കണ്ടില്ലേ? അല്ല പക്ഷെ ഇതിപ്പോ അയാള് സാഡ്നെസ് അല്ല, എന്താന്ന് പറഞ്ഞാൽ സന്തോഷമാണെന്നോ പ്രത്യാശയാണ്. എന്താ ചെയ്യുക, എനിക്കത് പറയണമെന്നുണ്ട്, പക്ഷെ അത് നമ്മളിപ്പോ ഔട്ട് ചെയ്യണ മാതിരിയാണ് എന്താണെന്നുള്ളൊരു. പേടിക്കണ്ട, ഇപ്പൊ നമ്മളത് കേൾക്കുന്ന ഓഡിയൻസ് ആവില്ല, മൂപ്പരുത് കേൾക്കണം, ആ പേടിയൊന്നും വേണ്ട. സാഡ്നെസ് അല്ല ലൈഫിന്റെ, അതായത് സഫറിങ് അല്ല, സഫറിങ് ആണ് ലൈഫിന്റെ ഇതെന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ പഴയ ഫിലോസഫേഴ്സ് അല്ല, റിലീജിയസ് ആയിട്ടുള്ള ബുദ്ധനും ഇവരൊക്കെ അല്ലേ. പഴയതാണോ പുതിയതാണോ എന്നുള്ള മാറ്റർ അല്ല. അത് സാധനം എന്താ മൂപ്പര് പറഞ്ഞത്, അത് പറയണത് എന്താ വെച്ചാല് ലൈഫ് ജീവിക്കല് രസമുള്ള പ്രോസസ്സാണ്. നമ്മൾ ജീവിക്കുന്നുണ്ടല്ലോ, ലിവിങ്, അത് നമുക്ക് ഇത്ര സഫറിങ് ആയിട്ട് കാണണ്ട, അത് രസമുള്ള കാര്യമാണ് നമ്മൾ ജീവിക്കുക എന്നുള്ളത്. അത് പക്ഷെ ഇത് സഫറിങ് ആണെന്ന് ആക്സെപ്റ്റ് ചെയ്ത ആൾക്കാരൊന്നേ സഫർ ചെയ്തിട്ടല്ലല്ലോ ജീവിച്ചിന്, അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നില്ലേ. ഈ സഫറിങ് പറഞ്ഞ ഐഡിയൻ്റെ ഒരു സുഖം തോന്നിയുള്ളത് അതെല്ലാം നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടും, അതാണെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം ഉണ്ടല്ലോ. എനിക്ക് ഈ സഫറിങ് ആണെന്ന് പറഞ്ഞ ആൾക്കാരൊന്നും സഫർ ചെയ്തിട്ടല്ലല്ലോ ജീവിച്ചിന്, അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടല്ലേ ജീവിച്ചിന്. ഇപ്പോൾ ബുദ്ധനെ പോലത്തെ ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡേ ടു ഡേ അല്ലെങ്കിൽ അവരുടെ മൊത്തം ലൈഫില് നമ്മൾ നോക്കിക്കണ്ടാലേ ആ സഫറിങ് ആണെന്ന് പറഞ്ഞ ആളുടെ ബാക്കിയുള്ള കോഴ്സ് ഒക്കെ എടുത്തു നോക്കുക, അയാൾ പീസിലാണ്. പീസിലാണോ അയാളല്ലേ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞിരിക്കണേ. അയാളുടെ ആ ഗ്രേ ഏരിയ മാറ്റിയിട്ടുള്ള സാധനം അയാൾ പറയുന്ന കോഡ്സ് ഒക്കെ എടുത്തോ. ഈ സഫറിങ് ആണ് സ്റ്റോയിസും പറഞ്ഞതും ബുദ്ധിസം പറയണൊക്കെ ലൈഫ് സഫറിങ് ആണെന്നുള്ള സാധനം അവർ പറഞ്ഞിട്ട് ഈ പറഞ്ഞ ആൾക്കാരൊന്നും സഫർ ചെയ്തിട്ടല്ലേ ജീവിച്ചതിന്. ഒരു റിയാലിറ്റി മനസ്സിലാക്കിയ പോലെയാണ് അതിനെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് മനസ്സിലായുള്ളത്. ഇപ്പൊ ബുദ്ധന്റെ എടുത്തു കഴിഞ്ഞാല് അത് അന്ന് ലൈഫ് സഫറിങ് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ നോക്കുന്നത് 2000 വർഷം ബാക്കിലേക്കാണ് നോക്കുന്നത്. അന്ന് ലൈഫ് സഫറിങ് തന്നെ ആയിരുന്നു. അന്നത്തെ രാജാവ് വരെ ഇന്നത്തെ ഒരു സാധാ പൗരന്റെ പോലെ ഇതിലല്ല ജീവിച്ചിരുന്നത്, മനസ്സിലാക്കി. അന്ന് അത്രയും സഫറിങ് തന്നെ ആയിരുന്നു. ആ സഫറിങ് നിന്നിട്ട് തന്നെയാണ് അവര് പറയുന്നത് ലൈഫ് സഫറിങ് ആണെന്ന്. അത് മനസ്സിലായോ? പക്ഷെ അവര് ആ പറഞ്ഞ ആൾക്കാർ സഫർ ചെയ്തിട്ടല്ല ജീവിച്ചതിന്. അവരത് പറഞ്ഞതിന് ശേഷം അവരാ റിയാലിറ്റി എന്നുള്ള സാധനം മനസ്സിലാക്കിയ ശേഷം പിന്നെ അവര് പീസിലുള്ള ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള കോട്ട്സ് ആണ് പിന്നെ അയാൾ പറഞ്ഞിട്ടുള്ളതൊക്കെ. സമാധാനം പിടിച്ചിട്ടാണ് പിന്നെ ജീവിച്ചിട്ടുള്ളത്, സമാധാനത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അയാളെ കോട്ട്സ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, കാരണം ലൈഫ് സഫറിംഗ് ആണ് അയാൾ പറഞ്ഞ കോട്ട് നമ്മൾ എടുക്കണ്ടെങ്കിൽ അയാൾ പറഞ്ഞ ബാക്കിയുള്ള നമ്മൾ എടുക്കണമല്ലോ. അപ്പോൾ ബാക്കിയുള്ള കോട്ട്സ് ഒക്കെ നോക്കുമ്പോൾ ഒരു സന്തോഷമുള്ള ഒരു പീസ്ഫുൾ ആയ വ്യക്തിയുടെ കോട്ട്സ് ആണ് പിന്നെ ബാക്കിയെല്ലാം.
അപ്പൊ അത് ഭയങ്കര കോൺട്രഡിക്ട് ചെയ്യുന്നത്. എങ്ങനെ സഫറിങ് പറഞ്ഞ ഒരാള് സഫർ ചെയ്തിട്ടല്ല ജീവിച്ചിട്ടുള്ളത്, അയാൾ പീസ്ഫുൾ ആയിട്ട് ജീവിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ആ ഐഡിയ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അതിൽ കൂടെയാണ് അവർ പോയിട്ടുള്ളത്. അപ്പൊ അത് സഫറിങ് ആയിട്ട് തന്നെ എടുക്കുന്ന ആൾക്കാരോ? അപ്പൊ അവര് മനസ്സിലായി, ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അതായത് ഇപ്പൊ സഫറിങ്ങിലാണെന്ന് നമ്മൾ വിചാരിച്ച പിന്നെ ഉള്ളതൊക്കെ അടിപൊളിയല്ലേന്ന്. അടിപൊളി. താഴായിട്ട് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മേലേക്ക് നോക്കിയാൽ മതിയല്ലോ. അതെ അതെ, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞ അങ്ങനെ തന്നെ. അപ്പൊ ഏറ്റവും താഴെയാണെന്ന് വിചാരിച്ചിട്ട് ആ താഴെ തന്നെ അങ്ങോട്ട് നിൽക്കുന്ന ആൾക്കാരോ? അല്ല, ഓർക്കും ഇയാളിത് ഇപ്പൊ ഇത് പറഞ്ഞിട്ട് നിർത്തണില്ലല്ലോ. ലൈഫ് സഫറിങ് അറിയുന്ന ആൾക്കാർ അവിടെ പറഞ്ഞ് നിർത്തില്ല, അടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ താഴെ ആൾക്ക് ചിലർക്ക് ലൈഫ് സഫറിങ് ആണെന്ന് ഉറപ്പിച്ചിട്ട് സഫറിങ് തന്നെ അങ്ങനെയാണെങ്കിലോ? സഫറിങ് ആണെന്ന് ഉറപ്പിച്ച ആൾക്കാർക്ക് കേൾക്കാനുള്ള ബാക്കിയുള്ള സാധനം അവർ പറയുന്നുണ്ട്. എന്താണ്? അതായത് ഇപ്പൊ ബുദ്ധൻ പറയുന്ന നിങ്ങളെ മൈൻഡ് പീസിലല്ലെങ്കിൽ അതിന് പീസിലാവാൻ വിടുക. അതായത് കുളത്തിലൊരു കല്ലിട്ടു, കുറേ റിപ്പിൾസ് ഉണ്ട്. അപ്പൊ എന്താ ചെയ്യാ നമ്മള്? കുളം പീസിലാവാൻ ഒന്നും ചെയ്യാതിരുന്നാൽ മതി. അതിനങ്ങനെ കുറച്ചു നേരം വെറുതെ വിട്ട് കഴിഞ്ഞാൽ ആ കുളം ശാന്തമായിട്ട് മാറും. അതേമാതിരി തന്നെയാണ് മൈൻഡിൻ്റെ അവസ്ഥ. പറയുമ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സാധനം മൈൻഡ് ഭയങ്കര സ്ട്രഗിൾ ആയിക്കുന്ന സമയത്ത് നമ്മളൊന്ന് പീസിലിരിക്കുക, അതിൽ ആ റിപ്പിൾ അടുത്ത കല്ലിടാതിരിക്കുക, എന്നിട്ട് ഇങ്ങനെ നമ്മളൊരു പീസ് പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അങ്ങനത്തെ കുറേ സാധനങ്ങളില്ല മൂപ്പരെ. പക്ഷെ അതൊന്നും എല്ലാവർക്കും പോസിബിൾ അല്ല എന്നാ പറയുന്നത് സയന്റിഫിക്കലി. അല്ല, അപ്പൊ മറ്റേതും പോസിബിൾ അല്ല. അപ്പൊ മറ്റേതും അവർ എടുക്കൂല. ലൈഫ് സഫറിങ് പറഞ്ഞ കോട്ട് ആരത് നിങ്ങൾ കേട്ടത്? ഇയാളതല്ലേ? ലൈഫ് സഫറിങ് പറഞ്ഞ കോട്ട് കേട്ടത് ആരതാ? ഇയാളെ കോട്ട് കേട്ടില്ലെങ്കിൽ നിങ്ങൾ ഏതൊരു പോയിന്റിൽ നിൽക്കുമ്പോഴാണ് അത് കേൾക്കണേ ഒരു വ്യക്തി. അപ്പം അയാൾ അതെടുക്കണില്ലേ? ലൈഫ് സഫറിങ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നോണ്ടല്ലേ അയാളെ ആക്സെപ്റ്റ് ചെയ്യണേ. അപ്പൊ അയാൾക്ക് ബാക്കിയുള്ളതും എടുക്കാലോ. എങ്ങനെ എല്ലാം കൂടി എടുക്കല്ല, എല്ലാം പിന്നെ മതങ്ങളൊക്കെ അതില് ഇതാവൂലേ? എല്ലതും എടുക്കേണ്ടിയല്ലേ? എങ്ങനെ മതങ്ങൾ എങ്ങനെ കറക്റ്റാണ് പറഞ്ഞതെങ്കിലേ ഒന്ന് ശരിയാണെങ്കിൽ നമുക്ക് എല്ലാം എടുക്കാൻ പറ്റില്ല. ആ ശരി അയാൾ പറഞ്ഞതന്നെ തെറ്റാ കൂട്ടിക്കോ, അയാൾ ആ ഒന്ന് പറഞ്ഞതന്നെ തെറ്റാന്ന് കൂട്ടിക്കോ. പക്ഷെ നിങ്ങളത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്തില്ലേ? അപ്പൊ നിങ്ങൾ ബാക്കിയുള്ളത് റിലേറ്റ് ചെയ്യൂലേ? സഫറിങ് എന്ന് പറഞ്ഞ ആൾക്ക് അയാൾ പറഞ്ഞ ആ പോയിന്റ് നിങ്ങൾ എടുത്തപ്പോ അയാൾ പറഞ്ഞ ബാക്കിയുള്ളത് നിങ്ങൾ റിലേറ്റ് ചെയ്യൂലേ? അപ്പൊ നിങ്ങൾക്ക് റോങ് തോന്നുന്ന സാധനം നിങ്ങൾ വിടുള്ളൂ. അതായത് ഇതായത് കണ്ടന്റ് ലൈക്ക് ബുക്ക് ഞാൻ പറയുന്ന മാതിരി എനിക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ കുറെ ചവിട്ടുണ്ട്. പക്ഷെ മൂപ്പര് പറയുന്നത് ക്ലാരിറ്റി അതാണ് അതിലെ കാര്യം. എനിക്ക് ക്ലാരിറ്റി ഉണ്ടായില്ലേ കുറച്ച്. ഞാൻ അത് പറയണോ വേണ്ട എന്നുള്ളൊരു ഇതിലാ നിൽക്കുന്നത്. ഞാൻ വേണ്ട മനസ്സിലായെങ്കിൽ അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഞാൻ മൂപ്പര് ഇനിയിപ്പോൾ വന്നിട്ട് നമുക്ക് ചോദിക്കണം, അതിങ്ങനെ പറയാൻ പറ്റും നമുക്ക് ഇതിനെ പറ്റി ചോദിച്ചിട്ട് നമുക്ക് പിന്നെ പറയാമല്ലോ. എനിക്ക് ഒന്ന് നമ്മളത് കാണുന്നപ്പോൾ ആ ചെറിയ ഓഡിയൻസ് ആവില്ലല്ലോ മൂപ്പരത് കാണാം. മൂപ്പരത് ഒരുപാട് ആൾക്കാർ കാണൂലേ? നമ്മളിപ്പോൾ ഐഡിയ പിന്നെ മൂപ്പരെ സംബന്ധിച്ച് എന്തൊരു കോൺട്രഡിക്റ്റ് ചെയ്യുന്ന സംഭവം. ഈ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. മൂപ്പരെ സംബന്ധിച്ച് ആ ഐഡിയ ഏറ്റവും കൂടുതൽ ആളിലേക്ക് എത്തുക വേണ്ടത്. അതിപ്പോ ഈ പറഞ്ഞു ഞാൻ പറഞ്ഞു 10 ആൾ കൂടുതൽ പറഞ്ഞെങ്കിൽ അയാളെ ഹാപ്പി ആവും. നമ്മള് സംസാരം അപ്പൊ അവിടെ നിൽക്കൂല എന്നുള്ളതാണ്. കുറെ പോവേ അല്ല മൂപ്പര് ഹാപ്പി ആവാ വേണ്ടത്. ഞാൻ ആ സെൻസിലല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ അതിന്റെ ലൈക്ക് എനിക്ക് ആ ടെൻഷനൊന്നുമല്ല. എന്താ മൂപ്പർക്ക് എന്താ തോന്നുക അതൊന്നുമല്ല എനിക്കുള്ളത്. എനിക്കെന്താ വെച്ചാൽ നമ്മൾ ആ ഒരു സാധനം ചെയ്യല്ലേ. അപ്പൊ അതിൽ എല്ലാവരും പെർമിഷനും കിട്ടിയിട്ട് നമ്മളൊറ്റയ്ക്ക് അല്ല അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. അത് റൈറ്റ് അല്ല. മൂപ്പരെ സംബന്ധിച്ച് ഈ സാധനം ഏറ്റവും കൂടുതൽ ആളിലേക്ക് എത്താൻ വേണ്ട. അതിപ്പോ മൂപ്പര് അന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് ഒരു ഇവന്റ് പറഞ്ഞു എന്നുള്ളൂ. മൂപ്പരെ സംബന്ധിച്ച് ഈ ഐഡിയകളും ഷെയർ ചെയ്യണമെങ്കിൽ അത് ആര് പറഞ്ഞു എന്നൊന്നുമല്ല, മൈത്രേയം പറഞ്ഞോ എന്നുള്ളതല്ല വിഷയം. അത് മാക്സിമം ആളിലേക്ക് എത്തുന്നതായിരിക്കണം അയാളെ ഇത്. ഒന്നും കൂടി കേട്ടിട്ട് പറയാം. മൂപ്പര് പറയണത് എന്താ വെച്ചാൽ ഗുരു എന്ന് പറഞ്ഞിട്ടുള്ള ആ കൺസെപ്റ്റ് തന്നെ മൂപ്പര് ഒരു ഗുരുവിന്റെ ശിഷ്യനായിട്ടൊക്കെ നിന്നാണ് ചൈതന്യതീരല്ലേ. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ തന്നെ മൂപ്പര് അടിച്ചിട്ടാണ്. ഇപ്പോൾ ബുദ്ധൻ അവിടെ ഇരുന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ മൂപ്പര് പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പം അതെങ്ങനെ പറഞ്ഞെന്ന് മൂപ്പര് ഗുരുക്കന്മാർ പറയണൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ നിന്നിട്ടാണ്
മൂപ്പരതിനെ വ്യാഖ്യാനിക്കുന്ന മനസ്സിലാക്കി. അതായത് മൂപ്പര് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അത് എന്ത് ആട് പറയും, നമ്മളതിൻ്റെ ഡീപ്പറായിട്ടൊരു പറഞ്ഞ ബി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളാണ് ഡീപ്പറായിട്ട് പോകുന്നത്. അയാളവിടെ ഇരുന്നിട്ട് ഫുള്ള് ഇതിൽ നിന്നിട്ട് പറഞ്ഞതാണ്. അതാണ് അത്. അപ്പം എത്രത്തോളം അതിൽ ഗുരു സമ്പ്രദായം തന്നെ അടിച്ചിട്ടിട്ടാണ് മൂപ്പര് നിൽക്കുന്നത്. ഒരു ഐഡിയ ആണ്. ഇപ്പം ഗുരുവായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പം മൈത്രേയൻ പറഞ്ഞത് തന്നെ നമുക്ക് റോങ് ആണെന്ന് തോന്നുന്ന സാധനങ്ങൾ വരുന്ന അവസ്ഥ ഉണ്ടല്ലോ. അങ്ങനത്തെ സ്റ്റുഡൻ്റായി മാറുക എന്നുള്ളതല്ല നമ്മൾ. മൂപ്പര് ഫിലോസഫിക്കലി അല്ല പറയുന്നത്, മൂപ്പര് സയന്റിഫിക്കലി ആണ് ഫുള്ള്. അതിന് സയന്റിഫിക്കലി എല്ലാത്തിനൊന്നും പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. മൂപ്പര് പഠിച്ചിട്ട് മനസ്സിലായ കാര്യമാണ് പറയുന്നത്. അല്ല, എല്ലാത്തിനും നമുക്ക് സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് ശരി തന്നെയാണ്. പക്ഷെ അതല്ല, മൂപ്പർക്ക് അറിയണ സയൻസുകൾ മൂപ്പര് പറയണം. എനിക്ക് മനസ്സിലായോ? മൂപ്പർക്ക് മനസ്സിലായ സയൻസ്, ഇപ്പോൾ ബിഗ് ബാങ് ആവട്ടെ, ജീവൻ ഉണ്ടായതാവട്ടെ, ഇപ്പോൾ ഈ ഡാർവിൻ്റെ സിദ്ധാന്തം ആവട്ടെ, ഇതിൽ മനസ്സിലായ സയൻസ് ഉണ്ടല്ലോ. മൂപ്പർക്കൊരു സയൻസ് മനസ്സിലായിട്ടുണ്ട്. വായിച്ചപ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ വായിച്ചപ്പോൾ മൂപ്പർക്ക് ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അത് നമുക്ക് മനസ്സിലാവണ മാതിരി മൂപ്പര് പറഞ്ഞു തരാണ്. അപ്പോൾ അതാണ് നടക്കുന്നത്, അല്ലാതെ ഫിലോസഫിക്കലി അല്ല. അത് സത്യം. അന്നിപ്പോൾ മൂപ്പര് മറ്റേ ഞാൻ ആ പോഡ്കാസ്റ്റ് കണ്ടിരുന്നു, ഫസ്റ്റ് മൈത്രിൻ്റെ പോഡ്കാസ്റ്റ്. അതിനകത്ത് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും പറയണില്ലേ, ഞാനൊക്കെ എന്തൊരു മന്ദബുദ്ധിയായിട്ട് ഇരുന്ന് വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ഫുള്ള് മനസ്സിലായിട്ടില്ല. അത് ഇൻട്രസ്റ്റ് ഇല്ല നമുക്ക്. അതിന് ആ ഇൻട്രസ്റ്റ് ഇല്ലാത്ത മൂപ്പര് പറഞ്ഞാൽ പൗരനല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെറുപ്പത്തിലെ പ്രജകളായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മള്. എനിക്ക് മനസ്സിലായോ? എണീറ്റ് നിൽക്കുക, ആ ഒരു എക്സ്ട്രാ ഇത് കൊടുത്തിട്ട് വിധേയത്വം കാണിക്കുക എന്നുള്ളതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ. നമ്മൾ എത്ര അൺലേൺ ചെയ്യാണ്ട്. എനിക്ക് അങ്ങനെയല്ല തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ള ഏരിയ മാറിയിട്ടേ, അതായത് ഇതൊക്കെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വീട്ടിൽ നിന്ന് പഠിച്ചിട്ടില്ല. ഈ സാധനമൊക്കെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. പിന്നെ നമുക്കും സർവൈവിൽ വന്നിട്ടുണ്ട്, നോക്ക് ചെയ്തിട്ടേ വേറൊരു അവസ്ഥയിൽ കൂടെയല്ലേ പോണേ. അപ്പം ആ ഒരു ഇത് കിട്ടിയിട്ടില്ല, അതിനുള്ളൊരു ആ അറിവ് സമ്പാദിക്കാനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല. ടൈമോ എന്തോ സാഹചര്യം. അതാണ് നമ്മള് എന്താണ്, അങ്ങനെയും ജീവിക്കാം, മൂപ്പര് ജീവിക്കുന്ന കാര്യം ജീവിക്കാം. അല്ല, ഇതിന്റെ റൂട്ട് കോസ് പറയാൻ നമ്മളടുത്തല്ല, സിസ്റ്റം എത്ര ഫ്ലോപ്പ് എന്നുള്ളതാണ്. ഒരു പൗരനാവാൻ നമ്മളെ പറ്റിച്ചിട്ടില്ല സിസ്റ്റം. കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് പഠിക്കേണ്ട ഒരു അവസ്ഥ. അപ്പൊ ഫസ്റ്റ് പണി തുടങ്ങേണ്ടത് എവിടെയാന്നുള്ളതാണ്. അതായത് KG സ്കൂളിൽ നിന്ന് തുടങ്ങണം. അതെ എനിക്ക് മനസ്സിലായി. വീട്ടിൽ നിന്ന് തുടങ്ങണം കുട്ടിക്ക് തന്നെ. അല്ല, വീടിൽ നിന്ന് തുടങ്ങാൻ പറയുമ്പോൾ രണ്ട് വ്യക്തികളിലേക്ക് പോവാണേ. ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കുറെ പേര് ഇരുന്ന് ഡിസ്കസ് ചെയ്തൊരു സാധനമല്ലേ. അതിനകത്തും അതില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇപ്പൊ വീട്ടിലേക്ക് വരിക? വീട്ടിൽ നിന്ന് ഇപ്പോൾ തുടങ്ങണം നമുക്ക് പറയാൻ പറ്റില്ല. സ്കൂളിൽ തന്നെ തുടങ്ങണേ. ശരിക്കും ഒരു ജനാധിപത്യ ബോധമുള്ള ഒരൊറ്റ പാർട്ടി ഇവിടെ ഇല്ലാതെ ഈ ആലോചിച്ചൊക്കെ. അപ്പൊ ഒന്ന് ചിന്തിച്ചൊക്കെ ഇവിടുത്തെ പാർട്ടികൾ സത്യമല്ലേ. അതായത് എല്ലാത്തിലും ഹൈറാർക്കീസാണ്. പവർ എന്ന് പറഞ്ഞിട്ടുള്ള ആ സാധനം കടന്ന് കളിക്കുകയാണ് എല്ലായിടത്തും. അതായത് കുറെ എത്ര ആൾക്കാരെ മേലിൽ കൺട്രോൾ ഉണ്ടോ അപ്പോൾ ടോപ്പാണ്. അതല്ല നടക്കുന്നത്. പക്ഷെ ഭരണഘടനയിൽ ജനാധിപത്യം ഇല്ലേ? ഉണ്ടോ? അതായത് ഒരു ഭരണഘടനയിൽ അതില്ലെങ്കിൽ ഇപ്പം നമ്മളെങ്ങനെ ഇപ്പോൾ ഈ സ്കൂളിലേക്ക് എന്ത് കൊണ്ടുവരണം നമ്മൾ പറയുന്നത്? ഭരണഘടനയിൽ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഭരണഘടനയിൽ ഉള്ളതുപോലെങ്കിലും ഇപ്പോൾ ഒരു പൗരന് കുറേ റൈറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പം നമ്മളൊക്കെ ഇവിടെ പല സംഗതികൾ നടക്കുമ്പോൾ അതൊക്കെ ഒത്തുതീർപ്പിലേക്ക് പോവുക, ആ ഒരു സ്റ്റാൻഡിലൊക്കെയാണ് നമ്മൾ എടുക്കുക. നമുക്ക് കുറേ റൈറ്റ്സ് ഉണ്ട്. കൺസ്യൂമർ ആവട്ടെ, എല്ലാത്തിലും നമുക്ക് റൈറ്റ്സ് ഉണ്ട്. ഇതൊന്നും അറിയാതെ ഒരാൾ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ സിസ്റ്റം നമ്മളെ അഗെയിൻസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ് സിസ്റ്റത്തിലെങ്കിൽ അവന് സിസ്റ്റം നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട്, സിസ്റ്റം മീൻസ് അത് നല്ല രീതിക്ക് അവന് കൊണ്ടുനടക്കാൻ പറ്റും. അവന് മണി സേവ് ചെയ്യാൻ പറ്റും, അവന് ലൈഫ് കുറച്ചുകൂടി ഈസി ആക്കാൻ പറ്റും, അവന് ലോസ് ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ. ഇതൊക്കെ ചെറുപ്പത്തിലേ പഠിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് കീനായിരിക്കും. നമുക്ക് ഇന്ന ലോസ് ഉണ്ട്, നമുക്ക് ഇന്ന ഇതുണ്ട്, പോലീസ് ഒന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്. ഇതൊന്നും അറിയാത്ത ഒരാൾ പറഞ്ഞാൽ സിസ്റ്റത്തിനെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഭയാണ്. മനസ്സിലായി. എനിക്ക് പേടിയിലാണ്. അപ്പൊ ഈ സുപ്രീം കോടതിയിലൊക്കെ ഈ ജഡ്ജി വരുമ്പോൾ അവിടെ ചുറ്റിരിക്കണ നീച്ചിക്കണം. അപ്പം അത് സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ അതൊരു റോങ് സാധനം. അത് റോങ് ആണ്. അപ്പൊ പിന്നെ നമ്മൾ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറയുന്നത്? അതന്നെ സിസ്റ്റം. എവിടെ നിന്ന് തുടങ്ങണം? അതെ, ജൂറീസ് ആണ്. ഇപ്പൊ അമേരിക്കയിലൊക്കെ മൂപ്പര് പറഞ്ഞാൽ ജൂറികളാണ് ഇതാക്കുന്നതാണ്. അമേരിക്കയിലൊക്കെ ജൂറീസാണ്
അവിടെ ജനാധിപത്യത്തിൽ കോടതിയിലെ ജഡ്ജിനെ വരെ ആൾക്കാരെ എലക്ട് ചെയ്യുക. എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടുത്തെ IAS ഓഫീസേഴ്സിനെയും ജഡ്ജിമാരെയൊക്കെ നമ്മൾ ജനങ്ങളെ എലക്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ഒരാൾ വരുമ്പോൾ നീച്ചെന്ന് കൈ കൊടുക്കണ ആ സാധനമല്ല ഒരു ജഡ്ജി വരുമ്പോൾ എല്ലാവരും നീച്ചിക്കണം എന്ന് പറയുമ്പോൾ രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഒന്ന് ചോയ്സ് ആണ്, ഒന്ന് ഫോഴ്സ്ഡ് ആണ്. അതെ. ഇപ്പോൾ ഒരാളിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നീച്ചെന്ന് കൈ കൊടുക്കും, അത് റെസ്പെക്റ്റ്. അതല്ലത് മറ്റേ സാധനമല്ല, അത് മനസ്സിലായി. അത് ഹോസ്പിറ്റാലിറ്റിയാണ്. അപ്പോൾ അതെന്തുകൊണ്ട് ഹോസ്പിറ്റാലിറ്റി ആവുമെന്ന് വെച്ചാൽ നമ്മളിരിക്കുന്ന പൊസിഷന് മാറിയിട്ട് അയാൾ വെൽക്കമിങ് ആണ്, നമ്മളെ സ്ഥലത്തേക്ക് വരുമോ, നമ്മളൊരു സാധനം എടുത്ത് കൊടുക്കണ പോലെ. അതല്ല ജഡ്ജി വരുമ്പോൾ ഒപ്പമുള്ള ബാക്കിയുള്ള സഹായത്തിലുള്ള എല്ലാവരും നീച്ചിക്കണം എന്ന് പറഞ്ഞ റൂള് ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടെങ്കിൽ അത് റൂളായിട്ടുണ്ടാവുമോ? എനിക്കറിയില്ല, ഞാൻ സിനിമയിലേ കണ്ടുള്ളൂ, ഞാൻ കോടതിനുള്ളിൽ കയറിയില്ല ഇതിന്. അത് റൂളായിട്ടുണ്ടാവും, ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതെ അതെ. അല്ലെങ്കിൽ റിട്ടേൺ റൂളായിട്ട് ഇല്ലെങ്കിലേ അതങ്ങനെ നടക്കാനും പാടില്ലല്ലോ. ഇല്ല, അവിടെ ഫസ്റ്റ് നിയമം ഇതാവണ്ടേ, ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ അവിടെ. അതെ അല്ലേ? ഇനി റിട്ടേൺ റൂളായിട്ട് ഇല്ലാന്ന് കൂട്ടിക്കോ, അങ്ങൊരു സാധനം സംഭവിക്കാനേ പാടില്ല. ജഡ്ജി പറയണ്ട നിങ്ങൾ എന്ത് മൊയന്ത് കളി കളിക്കണെന്ന്, ജയിച്ചിക്കണ് നിയമത്തിലില്ലല്ലോ എന്ന് പറയണ്ടേ. ശരിക്കും ഈ പവർ ഹൈറാർക്കി ഇതിൽ തന്നെ നമ്മളെല്ലാവരും നിൽക്കുന്നത്. അതെ, അതായത് നമ്മളൊരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഭയം എവിടെയാണ് കിടക്കണെന്ന് വെച്ചാൽ ഒന്ന് നമ്മളെ പരിപാടി മുടക്കുക എന്നുള്ളൊരു ഭയമുണ്ട്. നാളെ കൊടുക്കുന്ന ഡ്രോയിങ്, നാളെ നമ്മളെ പണി അവിടെ കുറച്ച് സമയത്തിന് ബ്ലോക്ക് ആവും. നമ്മൾ ആ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ പിന്നാലെ പോവാന്ന് പറഞ്ഞ സാധനം ചെയ്യുകയാണെങ്കിൽ. അതെ. അപ്പോൾ പണി മുടങ്ങുമ്പോൾ എന്തിനാ ശരിക്കും പേടിക്കണേ? നമ്മളെ സർവൈവല്, ബാക്കിയുള്ള സാധനം, ബില്ല്, കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മളെ ഭയങ്കര ബാക്കിലേക്ക് വലിക്കുന്ന സംഭവമാണ്. സത്യമാണ്, സത്യമാണ്. ഞാൻ അത് പേടിയുള്ളതുകൊണ്ട് അതൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയാണോ അറിയില്ല. ഉണ്ടാവില്ല, അതാവില്ല. എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ഭയം അല്ലാവുന്നു. ഈ ഭയങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഒരു കേസിന് ഞാൻ കോടതിയിൽ പോയി, ഇപ്പോൾ ജഡ്ജി വരുമ്പോൾ ഞാൻ നീച്ചിക്കുമായിരിക്കും. കാരണം നീച്ചിക്കാതിരിക്കാൻ ഭയം ഉണ്ടായിട്ടില്ല. നീച്ചുന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ പോകണ്ടേ, ഒരാളാ റിസ്ക് എടുക്കണം. പക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ആരുണ്ടാവും നാട് ഇപ്പോഴും ഇങ്ങനെ പോണത്. നമ്മളെ വീക്കായിട്ടുള്ള ആൾക്കാർ തന്നെ പറയുമ്പോളേ. അതെ അതെ, സത്യം. ശരിക്കും പറഞ്ഞാൽ ഇനി വരുന്ന, അതായത് ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല, നമുക്ക് ഇനി പാർട്ടികൾ, ഇപ്പോൾ ഉള്ള പാർട്ടികൾ തന്നെ വെച്ച് പോകണമെന്നൊന്നുമില്ലല്ലോ. ചെക്കന്മാർ പാർട്ടികളൊക്കെ ഉണ്ടാക്കട്ടെ ജനാധിപത്യ രീതിയിൽ. ജനാധിപത്യ രീതി നമ്മളെപ്പോഴും ആലോചിക്കണം ഇനി എന്തിനാ ചൊറ എന്നുള്ളതല്ലേ. ഞാൻ എപ്പോഴും ആലോചിക്കണം ഇനിയിപ്പോൾ അതിന് പോയാൽ എനിക്ക് വർക്ക് കൊടുക്കണ്ടല്ലോ പുറത്തു നിന്നുള്ള സാധനം. അതൊക്കെ അല്ലേ നമ്മളെ ബാക്കിലേക്ക് വലിക്കണ, ചൊറന്റെ പിന്നാലെ പോണ്ടെന്നുള്ള. പിന്നെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും, ഒരു എഡ്ജ് എത്തട്ടെന്നുണ്ടാവും. അപ്പറങ്ങ അങ്ങോട്ട് വീട്ടിൽ കണ്ട് എത്തട്ടെ, അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ വേറെ മാതിരി ഇറങ്ങും. അതായത് നമ്മളെ ബാധിക്കുന്നൊരു കാര്യം വരുമ്പോൾ സർവൈവലിനല്ല ബാധിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ പിന്നത്തേക്ക് അത് വരട്ടെ അപ്പം ഇറങ്ങാന്നൊക്കെ പറഞ്ഞ മൈൻഡിലേക്കല്ലേ. സിസ്റ്റം അതായത് ഇപ്പോൾ ഉള്ള സിസ്റ്റം ഓക്കെ അല്ല, മാറ്റി. ഏത് ഭരണഘടന തന്നെ ഓക്കെ അല്ലല്ലേ? ഭരണഘടന മര്യാദക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അതായത് ഇപ്പോൾ പുറത്തൊക്കെ, ഇപ്പോൾ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ പുറത്തൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ ലൈക്ക് പോലീസുകാരും വരെ അങ്ങോട്ടും ഇങ്ങോട്ടും, പോലീസുകാരനോട് നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ പോലീസുകാരനെ നമുക്ക് എന്താ കാര്യം, നമ്മളെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട, നമ്മൾ ഒരു സിറ്റിസണാണ്, അങ്ങനെ നിൽക്കാനേ, അങ്ങനെ നിൽക്കാം. ഇത് അങ്ങനെയല്ലല്ലോ, ഹൈറാർക്കീസ് വ്യക്തല്ലേ. അത് സിസ്റ്റത്തിന്റെ ഭരണഘടനത്തിലുണ്ടോ ഹൈറാർക്കി? ഇല്ലേ. അതായത് ഇപ്പോൾ ഒരു കമ്പനിയിൽ ഈ ജോലിക്ക് കയറുമ്പോൾ ഈ ചെയ്യുന്ന ജോലി മാത്രമേ ചെയ്താൽ മതി, ബാക്കിയുള്ള സമയത്തൊക്കെ ഈ പൗരനാണ്, ഒരാളുടെ അടിമയായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. എനിക്ക് മനസ്സിലായോ? അതാണ് പറയുന്നത്. അതായത് പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ, നമ്മൾ ആ ഒരു അടിമകളെ ആ പവർ സിസ്റ്റം ശരിക്കും ഇൻ പ്ലേസ് ആണ്. അതായത് 5 മണി കഴിഞ്ഞാൽ പിന്നെ ഈ ഫോൺ എടുക്കേണ്ട കാര്യം ഈ പൗരനാണ്. എനിക്ക് എൻ്റെതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്, എനിക്ക് എൻ്റെ ഇതുണ്ട്.
ഈ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ അങ്ങനെ ആയിരിക്കില്ല. സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ കേട്ടിട്ടുണ്ട് ഇത്ര ഹവേഴ്സ് വർക്കിംഗ് ടൈം ഉള്ളൂ, അതിലപ്പുറം ഭയങ്കര വർക്ക് ചെയ്ത ഭയങ്കര സീനാണ്. ഫാമിലി ഫ്രണ്ട്സാണ് മെയിനായിട്ട് അവർ സ്പെൻഡ് ചെയ്യുന്ന ടൈം. അതെ, അത് കളഞ്ഞിട്ട് എന്താണ് മൂവീസ് ഏതൊക്കെ ഉണ്ട്? കില്ലുണ്ട്, എമ്മ വയലന്റ് പടം, നല്ല രസമുണ്ട്. ഹിന്ദിയാണ് പറഞ്ഞു, ഹിന്ദി പടം നല്ല രസമുണ്ടോ? എന്താ ഒരു കഥയില്ല. അപ്പോൾ ആ മേക്കിങ്ങിൽ ആ പടം ഇങ്ങനെ പോയിട്ടോ, അറിയണവർക്ക് എടുത്ത് കിട്ടിയാലേ ഒരു കഥയില്ല, ഒറ്റ ലൈൻ കഥയാണ്. പക്ഷെ ടെൻഷൻ ക്രിയേറ്റ് ചെയ്ത് മേക്കിങ്ങിലാണ്ട് പിടിച്ചിട്ട് ആ ടെൻഷൻ എമ്മാരി ക്രിയേറ്റ് ചെയ്തറിയോ, ഭയങ്കര രസമായി പടം. ഡ്രെയിൻ ആയ മാതിരില്ല. ഇല്ലല്ലോ, ഓക്കെ അല്ല. ഞാൻ ഇപ്പടുത്ത മഹാരാജൊക്കെ ഇപ്പടുത്ത കാണുന്നത് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അതിലൊക്കെ ഇതാണ് വയലൻസ് ആണ്. പക്ഷെ നമുക്ക് ആ എന്താ അറിയില്ല, റിവെഞ്ച് എന്നൊക്കെ പറയുമ്പോഴേ ഇപ്പൊ അതൊരു ചോദ്യമല്ല. ഇപ്പൊ മറ്റേ പണി എന്ന് പറഞ്ഞ പടല്ലേ, ആ പണി എന്ന് പറഞ്ഞ പടം ലാസ്റ്റ് അത് കണ്ടപ്പോ ആ ചെക്കന്മാർക്ക് കൊടുത്ത വയലൻസ് പോരാന്ന് തോന്നിപ്പിച്ച മാതിരിയാണ്. ലൈക്ക് കുറച്ചും കൂടി ഒന്ന് ടോർച്ചർ ചെയ്യണേന്ന്. അപ്പൊ നമ്മുടെ ഉള്ളിൽ അങ്ങനെ തോന്നുമ്പോ നമ്മൾ എന്താ ആലോചിച്ചൊക്കെ നമ്മളൊക്കെ എങ്ങനെ ബ്രൂട്ടലായിട്ട് ചിന്തിക്കുന്നു. അതാണ്. അപ്പൊ അത് എന്താ, അപ്പൊ അത് നല്ലതാണോ ചീത്തതാണോ, ആ ട്രേറ്റ് ഇല്ലെങ്കിൽ നല്ലതാണോ, ഈ സൊസൈറ്റിയിൽ ഇപ്പൊ ആ ട്രേറ്റ് ഇല്ലാതെ പിടിച്ചേക്കാൻ പറ്റുമോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ വരും ഇപ്പൊ അതിനകത്ത്. ഞാൻ ഒരു എനിക്ക് അയച്ചിരുന്ന ഒരു 1 minute വീഡിയോ ഇല്ല മറ്റേ ഇയാൾ നാസ് ഡയലിൻ്റെ, അതിനകത്ത് ആ ഒരു ആഫ്രിക്കയിലുള്ള സ്ത്രീനെ ഞാൻ അങ്ങനെ ആലോചിക്കും, ഞാനൊക്കെ എന്നപ്പോൾ അങ്ങനെ അവരെ ആ ഫാമിലീനെ മൊത്തം കൊന്ന ആള് വന്നിട്ട് അവസാനം അയാള് ക്ഷമ ചോദിക്കുകയാണ്. ഒരു ലേഡിയുടെ ഫുൾ ഫാമിലിനെ ഒരാൾ കൊല്ലാണ്. അതാണ് യുദ്ധത്തിന്റെ ഭാഗമായിട്ടാ, അത് എന്തോ അവിടുത്തെ സിവിൽ വാറിന്റെ ഭാഗമായിട്ട് അവര് ഇയാൾക്ക് ഫൊർഗീവ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ലേഡി എന്നിട്ട് ഇയാൾക്ക് ഫൊർഗീവ് ചെയ്യാണ്. ഒരുമിച്ച് സ്ക്രീനിലുണ്ട്. പറ്റുമോ, നമുക്ക് പറ്റുമോ? ഇത് അയാൾ സോറി ചോദിച്ചിട്ട് നിൽക്കണം കേട്ടോ, അപ്പൊ ചിലപ്പോ ചെയ്യൂലേ. അത്രയും ടൈം അത്രയും ഇടേണ്ടി വരില്ല അതിന്. എനിക്ക് പെട്ടെന്ന് എത്താൻ പറ്റുമോ അവിടേക്ക് എനിക്കറിയില്ല. സോറി ചോദിച്ചിട്ടാ നിൽക്കണമെങ്കിൽ മറ്റേ ആള് അതന്നെ. ഇപ്പോൾ പെട്ടെന്ന് ഒരു അടി അടിച്ചിട്ട് അപ്പത്തന്നെ ഒന്ന് സോറി പറഞ്ഞാലോ എടുക്കുകയെ, എനിക്കൊന്ന് ഇറങ്ങേണ്ടി വരില്ല. അങ്ങനെ സാധനല്ലേ, അതിന് ടൈം കൊടുക്കേണ്ടി വരും. എല്ലാ പറ്റുമോ എനിക്കറിയില്ല. സഫറിങ് ആണ് ലൈഫേ. നമ്മൾ ബാക്ക് ടു കറങ്ങി വരുമ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമ്പോൾ തന്നെ ലൈഫ് സഫറിങ് ആണല്ലോ. ലൈഫ് സഫറിങ് ആണ്. ലൈഫ് ഹാപ്പി ആയിട്ടാണ് പോണെന്ന് പറഞ്ഞ ഒരാളുടെ ഒന്നും പറയാനില്ല നമുക്ക്. ലൈഫ് ഷെയർ ചെയ്യുന്ന പറയാം. ഹാപ്പി ആയിട്ട് പോകാൻ നമ്മൾ മൊമെന്റിൽ ആ ഫ്ലോയിൽ നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. നമ്മൾ ചിന്തയിലേക്ക് പോകുമ്പോഴാണ് സഫറിങ് ആവുന്ന മാതിരി എനിക്ക് തോന്നി. മനസ്സിലായി എനിക്ക്. നമ്മൾ സെൻസിലാണെങ്കിൽ നമ്മൾ നവ്വിലാണ്, നമ്മൾ ലൈഫിലാണ്. അതെ, നവ്വിലാകുമ്പോഴുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ടൈം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. നവ്വ് എന്ന് പറയുമ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ആ സെക്കൻഡിലാണ് നമ്മള്. അപ്പൊ ആ സെക്കൻഡ് നമ്മൾ അറിയണില്ല, ടൈമിനെ ബൈപ്പാസ് ചെയ്യണം നമ്മള്. ബേസിക്കലി ടൈമാണല്ലോ ഈ ദുഃഖം എന്ന് പറയുന്ന സാധനം. ബേസിക്കലി നോക്കുമ്പോൾ ടൈമാണല്ലോ ഈ ദുഃഖത്തിനെ. അപ്പൊ നവ്വ് എന്ന് പറയുന്ന ഇക്വേഷൻ ഭയങ്കര കറക്റ്റ് ആയിരിക്കും അപ്പൊ അല്ലേ. കാരണം ടൈം അറിയണില്ല നമ്മള്. നവ്വില് ഫുള്ളായിട്ട് നവ്വിലാവുന്ന പോയിന്റുകൾ ഈ ആലോചിച്ചൊക്കെ. ഇപ്പൊ സെക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ നവ്വ്, ഇജാക്കുലേഷൻ ഉണ്ടാവുമ്പോഴുള്ള ആ നവ്വൊക്കെ എത്രത്തോളാണ് നമ്മളാ മൊമെന്റില് ഏറ്റവും പീക്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണത്. സത്യം അല്ലേ. ഗെയിമിലാവുമ്പോ ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ എത്രത്തോളം നവ്വ്, ആ ഒരു നിമിഷം, ആ ഒരു ബോള് മാത്രം അതിലല്ലേ നമ്മൾ നിക്കണേ. അതെ, ആൾക്കാർ ഗ്രേറ്റ് ലെങ്ത്തിലേക്ക് പോകുന്നല്ലേ നവ്വ് കിട്ടാന്. എന്താ എല്ലാ എക്സ്ട്രീം സ്പോർട്സും എക്സ്ട്രീം സ്പോർട്ടും നവ്വാണല്ലേ. നവ്വല്ലേ, അതിൽ ചിന്തിക്കാൻ നേരമില്ല. ഇപ്പൊ UFC എമ്മരി നൗഫില ഒരു സെക്കൻഡ് വേണ്ടല്ലേ, ഒരു സെക്കൻഡ് വേണ്ട. ഇയാളൊക്കെ എത്ര അടുത്താ നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു അടി വരുന്നുണ്ട് മാറിയേക്കാം എന്ന് പറയാനുള്ള സമയമില്ല. എത്ര അടുത്താ നിൽക്കുന്നത്. ഈ ജോൺസിന്റെ ടെക്നിക്സ് ഒക്കെ അയാളെ ഫൈറ്റ് ചെയ്യണം എന്ത് രസമല്ലേ സത്യം പറഞ്ഞ. ശരിക്കൊരു ഫൈറ്റ് കാണുന്ന മാതിരിയാ. സത്യം. നമുക്ക് ഫൈറ്റ് അറിയാത്തോണ്ട് ഇപ്പൊ ഇതൊന്നല്ല നമുക്ക്. എനിക്ക് എന്താ ഈ പറയണ. അപ്പൊ ആരപ്പോ ഈ സ്പോർട്ട് എൻജോയ് ചെയ്യാം. അതെ,
ഇത് എന്ന് പറഞ്ഞ സാധനമില്ലേ, ഇതിനെ ഫുള്ള് ഡീപ്പായി അറിഞ്ഞ ആളാണോ ഇത് എൻജോയ് ചെയ്യണത്? അല്ലല്ലോ. അല്ല, ഏറ്റവും എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ഇമ്മളൊക്കെ അല്ലേ? അതെ, സത്യം. അതിന്റെ ഫുൾ ഇപ്പോൾ ക്രിക്കറ്റ് അതിന്റെ ഏറ്റവും എല്ലാ ടെക്നിക്കൽ സൈഡും അറിഞ്ഞ ആളാണോ അപ്പോൾ അത് എൻജോയ് ചെയ്യണത്? അതിന് ഫുൾ ടെക്നിക്കൽ സൈഡ് അറിഞ്ഞ ആളായില്ല റിഹേഴ്സൽ കാണാൻ. ആ ഫുള്ളായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണില്ലല്ലോ. അതിന്റെ ടെക്നിക്കൽ സൈഡ് പറഞ്ഞ ആളെ റിഹേഴ്സൽ ആയിരിക്കും കാണാൻ. അവിടെ ഒന്ന് ശരിയാക്കായിരുന്നു, അവിടെ ഒന്ന് പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോകാനായിരുന്നു. അല്ലേ? എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ തോന്നണേ ബ്ലണ്ടറാണ് അടിക്കണ അറിയില്ല. പക്ഷെ ആലോചിച്ച അമച്ചേഴ്സ് ആണ് ഗെയിമിനെ എൻജോയ് സത്യം. എന്ത് വികാരമായിട്ടാ കളിക്കുക. അപ്പൊ എന്താണ്, കളി അറിയാത്ത ആൾക്കാരാണ് കളി കാണുമ്പോ. നമ്മള് ക്രിക്കറ്റൊക്കെ ഇന്ത്യ ക്രിക്കറ്റ് കളി കാണുമ്പോൾ, ഇന്ത്യയിൽ അല്ലെങ്കിൽ IPL ഒക്കെ കാണുമ്പോൾ നമ്മളായിരിക്കും വികാരപരമായിട്ട് നിൽക്കുക. നമുക്ക് ആ പ്രൊഫഷണലി കളിക്കുന്ന അവര് ജസ്റ്റ് അവർക്കത് ജോബാണ്, കൈൻഡ് ഓഫ് ജോബ് തന്നെ അല്ലേ. കൈൻഡ് ഓഫ് വളരെ വികാരം കുറച്ചതിൽ കാണിക്കുമ്പോ തന്നെ നമുക്ക് അയാളോട് ഇഷ്ടം തോന്നുമല്ലോ. ഒരു വികാരപരമായി കളിക്കുന്ന ഒരു പ്ലെയറെ കാണുമ്പോ നമുക്ക് അയാളോട് ഇഷ്ടം കൂടുമല്ലോ. കാരണം വികാരം ഉണ്ട് അല്ലേ. ഒരു എക്സ്ട്രാ ലെങ്ത്തിലേക്ക് പോകുമ്പോ പ്രൊഫഷണൽ അത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം അവനവന്റെ ഇഞ്ചുറി, അവന്റെ എന്താണ് ഇതല്ലേ ശരിയാക്കണ്ട, അവന്റെ കരിയറല്ലേ മുന്നിൽ കാണണ്ട. പക്ഷെ അത് മറന്നിട്ട് ഒരാള് ഒരു സാധനം ചെയ്യുമ്പോ നമുക്ക് അയാളോട് ഒരു ഇഷ്ടം തോന്നൂലേ. മാക്സ്വെല്ലിന്റെ 200 അത് നമ്മളെ രാജ്യക്കാരനല്ലെന്നൊന്നുമില്ല. എത്ര പ്രാവശ്യം കണ്ടിനാ കളി. അയാളാ ഗെയിമേ ഗെയിമേ കാലിനും വയ്യ ചെങ്ങായി. മാജിക്കൽ ഗെയിം. എന്താണ് ഓർമ്മ ഉണ്ടത്? ഇങ്ങനെയൊക്കെ നിന്ന് വെറുതെ വെക്കണ 6 4 പോണേ, അങ്ങനെ കളിക്കുക ചെങ്ങായി. മാജിക്കൽ നടന്ന അവിടെ. അത്ര രസമുള്ള ഗെയിം. കുറെ പഠിക്കാണ്ട് കുട്ടിയാ. ലേണിങ് ഈ സർവൈവൽ ഒന്ന് കളിക്കണോണ്ട് എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് ചെറുതായിട്ട് ആങ്സൈറ്റി ഇങ്ങനെ കൂടുന്നുണ്ട് ചെറുതായിട്ട്. എന്ത് ഇപ്പൊ വീടുണ്ടാക്കണ പൈസയൊക്കെ ആലോചിച്ചിട്ടേ, പണ്ട് നമ്മളെ വീടുണ്ടാക്കിയൊരു ഫൈനാൻസ് വെച്ചിട്ടാണല്ലോ നമ്മളെ മൈൻഡിൽ കാൽക്കുലേഷൻ നടക്കുന്നത്. ഇത്രയൊക്കെ ആയിരിക്കും. പക്ഷെ അപ്പൊ എന്താണ് ഈ പറയുന്നത്, ചെറിയൊരു വീടിന് തന്നെ പെരും വിലയാണെന്നുള്ള ലെവലല്ലേ പോകുന്നത്. ഒരു പടത്തിന് പോയപ്പോ എത്ര റുപ്യ ഷൈമ? അറിയുന്നില്ല. 2 ടിക്കറ്റ് ബുക്ക് ചെയ്താല് 350 റുപ്യ റിസർവ് ചെയ്യാന്. 350 റുപ്യ. 10 റുപ്യ സിനിമയ്ക്ക് ഞാൻ പോയിട്ടുണ്ട്. 10 റുപ്യ ടിക്കറ്റിന് 350 റുപ്യ ബേസിക്. പോയി വരുന്ന ഇതാക്കുന്ന 500 റുപ്യ നമുക്ക് ഒരു പടത്തിന് പോകാൻ ചെലവാ. 500 റുപ്യ ചെലവാ. പണ്ടിന്റെ വാപ്പ പറയുന്നേ, പണ്ട് 25 പൈസക്ക്. നമ്മളപ്പോ ആ റേഞ്ചിക്ക് എത്തിയില്ല. ഇതാണ് തന്തോയിബ്. തന്തോയിബ് കൊള്ളാട്ടോ. ഈ ചെക്കന്മാരെ പോയി എല്ലാം പിടിക്കാൻ പറ്റില്ല. അത് പറഞ്ഞോളൂ, അവര് പറഞ്ഞോളൂ. ഒന്ന് എല്ലാത്തിനും ഇത് വേണ്ടേ. 25 പൈസക്ക് പൊറാട്ട കിട്ടിയിരുന്നു. പൊറാട്ടയും ബീഫൊക്കെ കിട്ടിയ ഒരു കാലം ഉണ്ടായിരുന്നു. അതേമാതിരി നമ്മള് പറയാൻ പറ്റുമറിയില്ല. പറയട്ടെ, എന്താ ഫർസേ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് എന്തൊരു മോശം ഫുഡ് അറിയും. ആടോ ചടച്ചു വയ്ക്കി. എവിടെയാണ്? മഞ്ചേരി ഫർസല്ലേ. ഭയങ്കര മോശം ഫുഡ്. ഈ സുണ്ടർമോളെ കൊണ്ട് ആനിവേഴ്സറിക്ക് പോയതാ. ഉണ്ണിക്ക് പോയോ? ഉണ്ണിക്ക് പോയില്ലേ? തന്നെ. അതപ്പോ ഞാൻ അറിഞ്ഞില്ല. മോശം ഫുഡ് ഫർസ. അത് പോട്ടെ. അത് വികാരം കുറവായിരുന്നു. പ്ലെയിനായിരുന്നു, ഭയങ്കര പ്ലെയിന്. കടുക്കൊക്കെ ഉണ്ടായിരുന്നു ഡിഷ്. ഒരു ടേസ്റ്റും ഇല്ല. ബീഫ് ബിരിയാണി ഒരു രസമില്ല. അങ്ങനെ കുറച്ചുകൂടി പഠിക്കാൻ തുടങ്ങണം ഷൈമ. ഭയങ്കര ലാക്ക് ചെയ്യുന്നുണ്ട്. ആ സ്റ്റോറീസ് നോക്കണം. എത്ര കാലമായി. ഒന്ന് ഫ്രീ ആവ്, എന്നിട്ട് നമുക്ക് നോക്കാം. ഇനി ശ്രീകുമാർ വരുന്നുണ്ട്. നമുക്ക് എന്താണ് ഒന്നുകൂടി ഇതൊന്ന് ഉഷാറാക്കണം. ശ്രീകുമാർ കുറേ പഠിക്കാനുണ്ട്. ഹിസ്റ്ററി ഇതൊക്കെ ഇതാക്കിയിട്ട് നമുക്ക് സ്റ്റോയിസിസും വെച്ചിട്ടൊന്നും ഇരിക്കണം. സ്റ്റോയിസിസ് എന്തായാലും 90s എന്തായാലും ചെയ്യണം. 90s എന്തായാലും ചെയ്യണം. ബ്രേക്ക് എടുക്കാം. അങ്ങനെ എൻ്റെ ഇരിക്കണേ. അങ്ങനെ എൻ്റെ ഇരിക്കുന്നത്. അപ്പൊ നൈസാവല്ലേ. അയാളാ ഇൻസെപ്ഷൻ അങ്ങനെയല്ല എൻ്റെ ഇരിക്കണേ.
ഇൻസെപ്ഷൻ എന്താ ഡൗട്ട് ഉള്ളത് ആൾക്കാർക്ക്? അല്ല അത് വീഴാൻ പോണ മാതിരി തോന്നുന്നുണ്ടെന്നോ? അതിലിപ്പോ ഓരോ ഫുള്ള് കഥ പറഞ്ഞല്ലോ. അതായത് നമുക്ക് ഇപ്പൊ ഇനി അത് ആലോചിച്ച് ടെൻഷൻ ആവണ്ടെന്നുള്ള രീതി ഫുൾ കഥ പറഞ്ഞല്ലോ അവര്. ഓല് ഇയാളുള്ള സ്ഥലമൊക്കെ ഡ്രീമാണ്, അച്ഛനുള്ള സ്ഥലമൊക്കെ ഡ്രീമാണ്, ഡ്രീമല്ല റിയാലിറ്റിയാണ്. അത് പടത്തിൽ പറയുന്നില്ലല്ലോ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൾക്കാരല്ലേ പറയുന്നത് അല്ലേ? അതെ. അതിന്റെ എൻഡിങ് ശരിക്കും കൺഫ്യൂഷനിലല്ലേ നിർത്തുന്നയാള്? അത് ഒരു മാറ്റം വരുന്നുണ്ടല്ലോ അവിടെ. എന്താ അത് മാറ്റം അവിടെ? അതിന് ജസ്റ്റ് ഒരു എന്താണ് സാധനം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആവുന്നുണ്ടല്ലോ, ഒരു കറക്കം തരുന്നുണ്ടല്ലോ അവിടെ. അതന്നെ അത് നിക്കാൻ പോവാണെന്നുള്ളതല്ലേ? കറക്റ്റത്തിലൊരിതുണ്ട്, ചെറിയൊരു കറക്കം വരുന്നുണ്ടല്ലോ. അത് കറക്കം വരാത്തോടത്തോളം അത് ഡൗട്ടിലാണ്. അത് പോയിന്റാണ്, മനസ്സിലാക്കി. കാരണം ഡ്രീമിലാണെങ്കിൽ ഒരിക്കലും ലാസ്റ്റത്തെ സാധനം ഉണ്ടാവില്ല, ആ കറക്കം. അതുകൊണ്ട് ഇങ്ങനെ ആവൂല, അത് കോൺസ്റ്റന്റ് ആയിട്ട് കറങ്ങിയിട്ട് തന്നെ കാലം ആ ഡൗട്ട് ഉണ്ടാവില്ല. അത് നല്ല പോയിന്റാണ്, എനിക്ക് അങ്ങനെ തോന്നി. അല്ലെങ്കിൽ അത് ആദ്യം മുതലേ അങ്ങനെയാണ്, അതങ്ങനെ പടത്തിൽ കാണിക്കണമില്ലല്ലോ. ഡ്രീമിലാകുമ്പോൾ ആ സാധനം ആ ഒരു ഓസിലേഷനിൽ കറങ്ങണതായിട്ട് കാണിക്കണില്ലല്ലോ, ഭയങ്കര സ്റ്റഡി ആയിട്ടില്ല കറങ്ങണേ. സ്റ്റഡി ആയിട്ടാണല്ലോ കറങ്ങണത്, അത് നിൽക്കൂലെന്നല്ല പറഞ്ഞത്. അതാണ് ഡ്രീമും റിയാലിറ്റി മനസ്സിലാക്കാനുള്ള വഴി. ആ സാധനം കാണിക്കുമ്പോൾ ഒരിക്കലും അത് കാണിക്കണില്ല മുന്നെപ്പോഴും, ലാസ്റ്റിൽ കാണിക്കുമ്പോഴാണ് അല്ലേ? അതെ അതെ. ഇൻട്രസ്റ്റ്ലർ റിലീസ് ഉണ്ടല്ലോ, അതെന്തായാലും കാണണം, അത് കാണണം. തിയേറ്ററിൽ നിന്ന് മിസ്സാണ്. ഞാൻ ഇപ്പം എടുത്ത് കണ്ടിട്ട് എന്നെയോ അത് ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണുമ്പോൾ നല്ല രസമാണത്. എടാ അന്നേക്ക് അങ്ങനെ കണക്റ്റ് ആവുന്ന സ്റ്റോക്കറാണ് കേട്ടോ. അനക്ക് ഹോപ്പുള്ള പടങ്ങളെ പിന്നെ എടുത്ത് കാണാനുള്ളൊരു സാധനം ടെൻഡൻസി ഉള്ളത് അല്ലേ? ഇപ്പോൾ ട്രോൺ ഒരു ഹോപ്പുള്ള പടമാണ്, എനിക്കറിയില്ല. ട്രോൺ ഞാൻ എപ്പോഴും എടുത്ത് കാണുന്നതാണ്. ട്രോൺ ഒരു ഹോപ്പിലല്ലേ? വടക്കൻ വീരഗാഥ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണും. ദളപതി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണുന്ന പടങ്ങളല്ലേ? അതർ ഗൈസ് അതുണ്ട്. അപ്പോൾ അതിലൊക്കെ അതല്ലല്ലോ, അത് എനിക്കങ്ങനെയല്ല തോന്നിയിട്ടുള്ളത്. അതായത് നമുക്ക് എല്ലാം കൊണ്ടൊരു നല്ലൊരു മൂവി എന്നുള്ള സെൻസിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ മൂവി ഒക്കെ പറയുന്ന ബുക്ക് തന്നെയാണല്ലോ അല്ലേ മൂവി? എല്ലതും ഈ ബുക്ക് വായിക്കുമ്പോൾ തേടുന്ന സാധനം തന്നെയല്ലേ? അതാണോ? അതാണ്. ഇപ്പം മറ്റേ പോൾസൺ റാഫേൽ മൂപ്പരോട് സംസാരിച്ചപ്പോഴേ മൂപ്പര് പറയണത് എന്താ വെച്ചാൽ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെ മാറണം എന്നറിയും. മൂപ്പര് മാത്തമാറ്റിക്സിന് ലാബ് ഉണ്ടാക്കിയിട്ടുണ്ട് മൂപ്പര്. മനസ്സിലാക്കി, മാത്സ് നമുക്ക് തൊട്ട് പഠിക്കാം, അങ്ങനത്തെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് മൂപ്പര്. മൂപ്പരെ കൊണ്ടുവരണം പോഡ്കാസ്റ്റിന്. അപ്പോൾ മൂപ്പര് പറയണേ മൂവിയിലൂടെയൊക്കെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ പഠിപ്പിക്കേണ്ടത്. അതായത് ബുക്കും ഇതും അല്ലാതെ ശരിക്കും മൂവീസിലൂടെയൊക്കെ ത്രൂ വേണം എഡ്യൂക്കേറ്റ് ചെയ്യാനും നമുക്ക്. കാരണം അത്രയും പവർഫുൾ മീഡിയ അല്ലേ. ഇപ്പം എത്രത്തോളം മൂവി നമ്മളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത്, അങ്ങനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് മൂവി? നമ്മളെ തോട്ട്സ് തന്നെയാണ് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പറയുമ്പോൾ ഞാൻ തന്നെ ചിന്തിച്ച് അതിന് ഇൻഫ്ലുവൻസ് ചെയ്ത് അങ്ങനെയല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ തോട്ട്സ് തന്നെയാണ് ഇന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നിയില്ല. മോർ ദാൻ എനിത്തിങ്. ഞാൻ അതല്ല ചോദിച്ചത്, എനിക്ക് മനസ്സിലായി. മൂവീസ് അതിനൊരു ഒരു ഇപ്പോൾ ഒരു 100-ലൊരു 5 മൂവി കൊടുത്തൂടെ എന്നുള്ളതാണ്. അതായത് മൂവി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയ ആണ്. വേറെ ഐഡിയാസാണോ, വേറെ ഐഡിയാസ് ഈ ഇപ്പം ഞാൻ നിൽക്കുന്ന അവസ്ഥയിലെത്താൻ, ഏതോ അവസ്ഥയായിക്കോട്ടെ, ബാഡോ ഗുഡോ, ആ അവസ്ഥയിലെത്താൻ ഐഡിയാസ്, പുറത്തുനിന്നുള്ള ഐഡിയാസ് തന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ശരിക്കുള്ള ചോദ്യം. അതല്ലേ? മൂവീസ് ആയാലും ബുക്സ് ആയാലും ഒക്കെ അല്ലേ? അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഐഡിയാസിനെ ക്രോസ് ചെയ്തിട്ട് വരുന്ന ഒരവസ്ഥയാണ് സ്വാധീനിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ലൈഫിനെ കുറിച്ച് ആദ്യം ചിന്തിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ചിന്തിച്ചതൊന്നുമല്ല. അത് പുറത്തുനിന്ന് കിട്ടിയ ഐഡിയ അല്ല. ലൈഫിനെ കുറിച്ച് ചിന്തിക്കണം എന്നുള്ള ഐഡിയ പുറത്തുനിന്ന് കിട്ടിയ ഐഡിയ അല്ല. അത് നമുക്കെന്നെ തോന്നിയ ഒരു തോന്നലാണ്. പുറത്തുനിന്ന് കിട്ടിയ ഐഡിയ അല്ല എനിക്ക്,
അങ്ങനെയല്ല ഇപ്പോൾ ആ ചോദ്യം വരിക, ഏറ്റവും അവസാനം വരിക. എനിക്ക് മൂവീസൊക്കെ കുറച്ച് ഇൻഫ്ലുവൻസ്ഡ് ആണ് ഞാൻ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പൊ സ്പോർട്സ് മൂവികളൊക്കെ അല്ലേ, അങ്ങോട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യും. വി ക്യാൻ ഡു ദാറ്റ് എന്നുള്ള ആ സെൻസ് തന്നെ അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള പോലെ തന്നെ. കാരണം ഈ ഒരു ഇൻസ്പിറേഷൻ തരുമല്ലേ. അതുണ്ട്, അങ്ങനെ കിട്ടിയ ഐഡിയാസും ഉണ്ട്, ഇല്ല എന്നല്ല പറയണേ. ഇപ്പോൾ മറ്റേ റംഗ് ദേ ബസന്തി എന്ന് പറഞ്ഞ പടം ആ പ്രായത്തിലാണ് കാണുന്നത്. അപ്പോൾ ആ പടം ഭയങ്കരമായിട്ട് എൻ്റെ ഒരു ഐഡിയ മാറ്റിയ മാതിരിക്ക് തോന്നലുണ്ട്. അത് പുറത്തുനിന്ന് വന്നൊരു ഐഡിയ ആണ്. അതായത് ആ പടത്തിൽ എന്താ പറയണേ, രാജ്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വഷളായ അവസ്ഥ കണ്ടിട്ട് ചെക്കന്മാർ ഇറങ്ങിയിട്ട് മരിക്കണോടത്തേക്ക് വരെത്തുകയാണ്. അപ്പോൾ അത് ചെയ്യാത്തതിൻ്റെ ഒരു ഗിൽറ്റ് ഉണ്ടല്ലോ, അതാണ് ഈ ഫിയർ. ആ ഗിൽറ്റിലും ഫിയറിലും നിൽക്കുന്ന ആൾ തന്നെയാണ് എപ്പോഴും. അതിൻ്റെ എക്സ്ട്രീമിലേക്ക് നമുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്ന് മാറിയിട്ടാണല്ലോ ഇപ്പോൾ ചെയ്യണേ. അത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഫിയർ ഗിൽറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ. ഫിയർ ഉണ്ട്, അപ്പുറത്ത് ഗിൽറ്റ്, അപ്പുറത്ത് ഗിൽറ്റും ഉണ്ട് ഫിയറും, അതിൻ്റെ കോംബോയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓ നൈസ്. പിന്നെ അതാണ് അത് ഒരു സാധനം കണ്ടിട്ട് നമ്മൾ വേറെ ചിന്തിച്ച് തുടങ്ങണം. അപ്പോഴാണ് ഈ പറഞ്ഞ സാധനം കറക്റ്റ് ആവുക അല്ലേ? ഇല്ല, ഞാൻ കാണുന്നത് എങ്ങനെയാ അറിയാം, എനിക്ക് അത് അതിൻ്റെ ഒരു ഫാക്ടർ ഉണ്ടാവും ആഡ് ഓൺ ചെയ്തത്. ലൈക്ക് ഞാനോട് പറഞ്ഞില്ലേ, എനിക്കത് സമ്മതിക്കാൻ ഇതായിട്ട് ഞാൻ റെസിസ്റ്റ് ചെയ്യാം, ഫീൽ ചെയ്യും. ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയാം, എനിക്ക് അത് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് മൂവീസ്. ഇപ്പൊ റോക്കി ഒക്കെ അല്ലേ, അങ്ങനെ അത് നമുക്ക് സ്പോർട്സ് പരമായിട്ട് നമുക്ക് മനസ്സിലായി. നമുക്ക് യെസ്, അതൊരു അണ്ടർഡോഗ് സ്റ്റോറിയാണല്ലോ. അണ്ടർഡോഗ് സ്റ്റോറികളാണല്ലോ എല്ലാം. സ്പോർട്സിലൊക്കെ ഇപ്പൊ KGF ആവട്ടെ, അതൊക്കെ അണ്ടർഡോഗ് അല്ല. അതെ, അത് ഓടി എത്തൂല പറഞ്ഞിട്ട് എടുത്ത് ഇടുന്ന ചങ്ങായി എല്ലാരും എന്താണുള്ള അതൊക്കെ പറഞ്ഞിട്ട് അവൻ വരികയാണ് അണ്ടർഡോഗ്. എല്ലാ സ്പോർട്സിലും പറയുന്നൊരു സാധനമുണ്ട്. സ്പോർട്സിൽ എന്താണ് കറുത്ത കുതിരകൾ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ വരുന്ന ടീംസ് ഉണ്ട്. അവരെന്താ വെച്ചാൽ അവര് ചാമ്പ്യന് വരെ മറിക്കാനുള്ള പൊട്ടൻഷ്യൽ നിൽക്കുന്നത്. ഡേ കറക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ അടിച്ചാളും. അതാണ് മനസ്സിലാക്കി. അതായത് കറക്റ്റ് അതായത് പ്രോബബിലിറ്റി നോക്കിയപ്പോൾ ഇന്ത്യ ബ്രസീലിനോട് കളിക്കുകയാണ്. അപ്പൊ 1000 കളി കളിച്ചാൽ ചിലപ്പോൾ അതിലൊരു കളി ജയിക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ടാവും നമുക്ക്. എല്ലാ ഫാക്ടേഴ്സും, റെഡ് കാർഡ്സും, ഇഞ്ചുറീസും എല്ലാ ഇതും വെച്ച് നോക്കുമ്പോഴും അതിലൊരു ചാൻസ് ഉണ്ട്. അത് ആ ഒരു ദിവസം പുള്ള് ചെയ്യാൻ പറ്റുമോ ഇല്ലേന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പൊ ഇന്ത്യയിലുള്ള 11 ആൾക്കാർ അവരുടെ ഏറ്റവും ബെസ്റ്റ് കളി കളിച്ചിട്ട് എടുക്കുകയാണ് ആ ഒരു ദിവസം, ആ ഒരു പ്രോബബിലിറ്റി വെച്ചു. അതെ അന്നാ 1000:1 നടക്കും. അപ്പൊ അണ്ടർഡോഗ്സിന്റെ വരവ് പിന്നെ ഒരു ഇതല്ലേ, എല്ലാരും അണ്ടർഡോഗില് നമ്മളെ തന്നെ കാണുന്ന മാതിരിയാണ്. കാരണം എനിക്ക് ആ ഫസ്റ്റ് തോട്ട് വന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതെന്തിൻ്റെ ഇൻഫ്ലുവൻസിൽ വന്നാന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവിടെ തറവാട്ടിലെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ടക്ക് പറഞ്ഞിട്ട് ഒരു ചിന്ത, അതായത് ദൈവമൊന്നും ആ കോൺസെപ്റ്റൊന്നും തീരെ ബലമില്ലാത്തതാണ് അങ്ങനെ മനസ്സിലാവേണ്ട. അതുവരെ നമ്മൾ അതിലല്ലേ പോണേ. എന്താ ഒരു കുട്ടി നമ്മളെ ഞാൻ അന്ന് വണ്ടി മേയുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു, ഒരു കുട്ടി നമ്മളെ കൺഫ്യൂഷൻ എന്തൊക്കെ. അതായത് നമ്മളങ്ങനെ ജനിച്ചിങ്ങനെ വരില്ലേ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡൗട്ട് തന്നെ ക്ലിയർ ചെയ്യാനും ദൈവത്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തത് അങ്ങനത്തെ ചോദ്യമൊക്കെ ഉണ്ടല്ലോ. എമ്മാതിരി ചോദ്യങ്ങളായിരുന്നു ആ ചെറുപ്പത്തിലുള്ള ആ ചോദ്യത്തിൻ്റെ ഇൻറ്റൻസിറ്റി. നമ്മളിങ്ങനെ അങ്ങനെ മെല്ലെ എക്സ്പീരിയൻസ് ചെയ്ത് ആ ഒരു കുട്ടീനെ മാത്രം എടുത്ത് നോക്ക്. ആ ഒരു കുട്ടി പെട്ടെന്ന് വന്ന് വീഴുകയാണ്, അതിന് കോൺഷ്യസ്നെസ് ഉണ്ടാവുകയാണ്. എന്നിട്ട് അതിങ്ങനെ ഈ ചുറ്റുപാടുകളിങ്ങനെ നിരീക്ഷിച്ചിട്ട് എന്താണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ ക്വസ്റ്റ്യനായൊക്കെ വരുമ്പോൾ തന്നെ ദൈവത്തിനെ പ്രാർത്ഥിക്കണം, ദൈവമുണ്ട്, ദൈവമാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ പോകും, ദൈവം ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിലേക്കൊരു ചിന്ത വരും. പിന്നെ അതിൻ്റെ മുകളിലേക്കൊരു ചിന്ത വന്നിട്ട് ഒരു സ്ഥലത്തിൽ നിൽക്കി പൊട്ടണ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്താ ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു ഭയങ്കരമായിട്ട് ആ സാധനം സ്ഥായിയായിട്ടൊരു സാധനം കണ്ട് തലേക്ക് ഫിറ്റ് ആവണ പോലത്തെ ക്ലാരിറ്റി കിട്ടിയാണ്. പിന്നെ സയൻസൊക്കെ വന്നിട്ടാണ് പിന്നെ അതിനൊരു
ഇതൊന്നും ഉണ്ടായതല്ല, ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്, അങ്ങനത്തെ ചോദ്യം തന്നെ ഇല്ല. പ്രപഞ്ചം ഇങ്ങനെ ഉള്ള സാധനമാണ്. നമ്മളെ ബ്രെയിനാണ് ഈ ഉണ്ടായതും കാര്യമൊക്കെ ചോദിക്കണേ. നിങ്ങൾക്ക് അതും ക്ലാരിറ്റി ഉള്ള തോട്ടമൊന്നുമല്ല, ക്ലാരിറ്റി തോട്ടമായിട്ടല്ല എക്സിസ്റ്റ് ചെയ്യണത്. പക്ഷെ അതിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ എനർജി ഇല്ലേ, എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നാണ്. ഇറ്റ് ക്യാൻ ഫോം, ഒരു പ്ലേസിൽ നിന്ന് വേറെ പ്ലേസിലേക്ക് പോവാന്നാണ് പറയുന്നത്. അപ്പൊ എനർജി എന്താ പറയാ, എനർജി നിൽക്കുന്നതൊക്കെ എവിടെയാണെന്ന് ഉണ്ടാക്കാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. അപ്പൊ ഉള്ളതായിരുന്നു എപ്പോഴും. അതുണ്ട്, അതുള്ളത് തന്നെയാണ്. അല്ല, അപ്പൊ ഈ എന്തിനാ കോൺഷ്യസ് ആയിട്ടുള്ള വ്യക്തിക്ക് ഈ ചോദ്യമൊക്കെ ഉണ്ടായിരുന്നുള്ള, എന്തിനാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്റെ ആവശ്യമില്ലല്ലോ സർവൈവലിന് ശരിക്കും. സത്യം ബാക്കിക്ക് വലിക്കല്ലേ ചെയ്യാ ശരിക്കും. എന്തിനാണ് എങ്ങനെയാണെന്നുള്ള ഈ എനർജി ഇങ്ങനത്തെ ഒരു സാധനത്തിന് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എനർജിക്ക് ഇങ്ങനെ കോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ ചോദ്യം ചോദിക്കേണ്ട ഒരു സാധനേ, അങ്ങനെ സാധനം എക്സിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും. ഇത് എപ്പോഴും ഉള്ളതാണ്, എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു പോയിന്റിലൊരു വ്യക്തിൻ്റെ ഒരു സാധനം ഉണ്ടാവുകയാണ്. ആ സാധനത്തിൻ്റെ ഡൗട്ട് എന്താണ്, എന്തപ്പോൾ ഇത് എന്നുള്ള. എത്രയും കാനാണ് ലോകം കിടക്കണേ. ആ ഡൗട്ടൊക്കെ എന്തിനാണ് മനുഷ്യന് വരുന്നത് എന്നുള്ളതാണ്. എനിക്കതിലൊരു ഇതുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ എന്താണ് ഇപ്പോൾ സർവൈവലേ കുറച്ച് എളുപ്പമായല്ലോ. ഇപ്പോൾ സത്യത്തിൽ സർവൈവൽ കുറച്ച് എളുപ്പമാണ്. പുരോഗമനത്തിന് തന്നെയാണ് നമ്മളെ ഡെവലപ്മെന്റിന്ന് സർവൈവൽ എളുപ്പമായി എന്നാണ് പിന്നെ ഈ ചിന്തകള് ഭയങ്കരമായിട്ട് വന്നത്. മറ്റേ സർവൈവൽ എളുപ്പമായവർക്കാണ് ചിന്ത വന്നു തുടങ്ങിയെന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അതുണ്ടാവുമായിരിക്കും. കാരണം കുട്ടിയാകുമ്പോൾ നമുക്ക് ആദ്യം ചോദ്യം വരുന്നത് വിശപ്പൊക്കെ മാറിയിട്ടല്ലേ. സർവൈവൽ എളുപ്പമായതുകൊണ്ട് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ അതല്ലേ, അല്ലെങ്കിൽ അത് മാത്രല്ലേ എന്താ ഈ പറയണേ, നടുക്കടലിലൊന്ന് ഇട്ട് നോക്കിയിട്ട് ഒരാളുടെ അതാണ് എന്താണ് എന്നെ രാജാവെന്ന് വിളിക്കണം എന്ന് പറഞ്ഞൊക്കെ. അപ്പൊ പറയും ഒന്ന് പോടാളത്. നടുക്കടലിൽ രാജാവ് വേറൊരാൾ മുങ്ങി ചാവാണെങ്കിൽ ആലോചിച്ചൊക്കെ, അവിടെ രാജാവ് ഇതൊന്നും അവിടെ രാജാവിളിയൊന്നുമില്ല. സർവൈവല് വേറെ സാധനമല്ലേ. എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ഡൗട്ടാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത രണ്ടാൾക്കാരൻ്റെ ഒരു ദ്വീപിലൊക്കെ അകപ്പെട്ടാൽ ലൈക്ക് നമ്മൾ വിശപ്പൊക്കെ വരുമല്ലോ. അപ്പം പിന്നെ എങ്ങനെയായിരിക്കും? ഞാൻ എപ്പോഴും അതിനെ പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ പോയി മരിക്കുന്നുള്ളതാണ് ഞാൻ എടുക്കണൊരു ഉത്തരം. ഈ ഞാനും കൂടെ സ്വന്തം ചോദിക്കുന്ന ചോദ്യം അത്. ഈ ഞാനും കൂടെ ഒരു ദ്വീപിൽ അകപ്പെട്ടാൽ അപ്പം ഞാൻ അല്ലെങ്കിൽ മരിക്കാൻ ഒരു മുനമ്പെങ്കിലും വേണ്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്ന കൊല്ലാൻ പോയി എന്തെങ്കിലും ചെയ്യണ്ടേ. ആ ടൂളും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം ഒരു ദ്വീപിലാണെങ്കിൽ ഒരു മലമുകളുണ്ട്, അവിടെ നിന്ന് ചാടിയൊക്കെ മരിക്കാമല്ലോ, അല്ലെങ്കിൽ വെള്ളം ഉണ്ടാക്കി അറിയാം. ഇത് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളതേ, ആദ്യം ആ ഹോപ്പ് കുറച്ച് പോവും, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാ എന്നുള്ള സാധനം ഉണ്ടാവും. പിന്നെയാണ് ഹങ്കർ വരിക. പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് പോയിക്കണേ. ഹങ്കർ വന്ന് കളിക്കണോട് കൂടിയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പോയിക്കണേ. ഈ തോട്ടൊന്നും അവിടെ നിൽക്കി തോന്നണില്ല. അത് മനസ്സിലായോ? മനസ്സിലായൊക്കെ എനിക്ക് നോക്കുമ്പോ തോന്നുന്നത് അവിടെ നിൽക്കും തന്നെയാണ് അല്ലേ. ഹങ്കർ വന്ന് 3, 4, 5, 6, 7 മരിക്കും. നമ്മളെ ആൾക്കാർക്ക് വേണ്ടി മരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഇല്ല. ആ സൊസൈറ്റി ഓഫ് സ്നോ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ കഥകളതില് അത് മറ്റേ ഇതാണ് എന്താ ഉറുഗ്വേയില് ഉറുഗ്വേ അർജന്റീനന്റെ ഇടയിലുള്ള മറ്റേ ഇതുണ്ടല്ലോ, ഏതാണ് പർവ്വതനിര, ആൽപ്പീനാണോ ജൂലിയസ് മാനുവൽ എപ്പോഴും പറയുന്നത്. അവിടെ സോറി അവിടെ എന്താണ് മൂപ്പര് കൊണ്ടുവരണ്ട നമുക്ക്. ഞാൻ ചോദിച്ചിട്ടുണ്ട് മൂപ്പര് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം. നമ്മളെ നീടാണ് മൂപ്പർക്ക് ഫോൺ ചെയ്തപ്പോൾ ഇങ്ങനെ കേട്ടിരിക്കാൻ എന്ത് രസമാണ്. ജൂലിയസ് മാനുവൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഹെവി കണ്ടന്റാണ്. ഹിസ് സ്റ്റോറീസ് ചാനലിന്റെ പേര് ജൂലിയസ് മാനുവൽ എന്ന് അടിച്ചാൽ മതി അല്ലേ. അവിടെ ക്യാമറ ഉണ്ടോ? ഭയങ്കര സംഭവമാണ്. അതായത് നമുക്കിങ്ങനെ
ആ സാധനമൊക്കെ എങ്ങനെ പഠിപ്പിച്ചായിരുന്ന നന്നായിരുന്നു തോന്നണേ മൂപ്പര് പറയുമ്പോ. മൂപ്പരൊക്കെ ഹിസ്റ്ററി ടീച്ചറായിട്ട് വന്നിക്കാണെങ്കിൽ ഹിസ്റ്ററിക്കൊക്കെ ഫുൾ മാർക്കാവും. അതുമല്ല ലൈഫിന് ചിലപ്പം മാറിയിട്ടുണ്ടാവും, പേഴ്സ്പെക്റ്റീവ് മാറിയിട്ടുണ്ടാവും ചിലപ്പം. അത് അങ്ങനെയല്ല. മെഗല്ലന്റെ കഥ പറയുമ്പോ നമ്മൾ കേട്ട മെഗല്ലന്റെ കഥ പറയുമ്പോ അയാൾ ആ ട്രാൻസിഷനും നമ്മൾ ആ ഒരു എന്തിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്, അയാളുടെ ആ ഫൈറ്റും. അത് ഇങ്ങനെ വീണല്ലോ, ഇതേ സ്ട്രഗിളിൽ കൂടെ ഇതേ ഫൈറ്റിൽ കൂടെ പോയിട്ട് ഒരാൾ പുള്ളി ചെയ്ത സാധനങ്ങളാണ് അത് എന്നുള്ളത് ഒരാളെ പേഴ്സ്പെക്റ്റീവ് മാറ്റൂലേ ഹിസ്റ്ററിന്റെ മാർക്ക് കൂടുന്നേക്കാളും. സത്യം. ഇന്ന് ആലോചിച്ചൊക്കെ നമ്മളിത് മെഗല്ലൻ ലോകം ഫുള്ള് ചുറ്റിന്ന്. ഓക്കെ, നമ്മളിങ്ങനെ ആലോചിക്കുമ്പോ മെഗല്ല ഫുള്ള് മക്കളെ സുഖല്ലേ, അതൊന്നല്ലായിരുന്നു. യുദ്ധമൊക്കെ ചെയ്തിട്ടാണ് എല്ലാവരും കാണണ്ട. ആമസോൺ എക്സ്പെഡീഷന് 6 ഇതൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് മെഗല്ലന്റെ കഥ, ഇതൊക്കെ വേറെ ലെവൽ സാധനമാണ്. മൂപ്പര സ്റ്റോറി ടെല്ലിങ് വേറെ ലെവലാണ്. നാഷണൽ ട്രഷറാണ് വിഷ്ണു. ഓനത് പറയുമ്പോ എനിക്കത് അതിന്റെയാണല്ലോ എത്രങ്ങാനും വിവരം അയാളെടുത്തില്ലേ. സത്യം. എനിക്ക് തോന്നുന്നു 3-4 ബുക്കൊക്കെ വായിച്ചിട്ടാണ് മൂപ്പര് ഒരു എക്സ്പെഡീഷനൊക്കെ ഇറങ്ങുമ്പോ അതിനെ സംബന്ധിച്ചുള്ള എല്ലാ ബുക്കുകളും വായിച്ചിട്ടാണ് മൂപ്പര് ഇടല് വന്നത്. അയാൾ ആയിക്കൂടെ പോവും തോന്നുന്നു അല്ലെ ആ കഥ പറയുമ്പോഴേ. മറ്റയാളുടെ ബുദ്ധിമുട്ട് കൂടെ ഒക്കെ എക്സ്പ്രഷനൊക്കെ മാറും, ടോണ് സ്ട്രെസ് ചെയ്യുന്ന സ്ഥലം മാറും. ഞാൻ വിളിച്ചിട്ട് കൊറേ നേരം സംസാരിച്ചു. സംസാരിക്കാൻ നമുക്ക് ഇഷ്ടപ്പെട്ട സൗണ്ട് അവിടുന്ന് പറയില്ല. രസമായിരുന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. അങ്ങനത്തെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണം കേട്ടോ. അങ്ങനെയാണ്. അതാണ് എന്ത് രസമാണ് മൂപ്പര സ്റ്റോറി ടെല്ലിങ്ങിന്. എന്ത് കഴിവല്ലേ ചങ്ങായി. പണ്ട് ഇങ്ങനെ സൊസൈറ്റി ഓഫ് സ്നോയിലാണ് നമ്മൾ പോയത്. സൊസൈറ്റി ഓഫ് സ്നോ പറഞ്ഞാല് ആൽപൈൻ്റെ ഇടയിൽ ഇവര് ഒരു ഫ്ലൈറ്റ് അപകടത്തിൽപ്പെടുകയാണ്. കുറെ ഫ്രണ്ട്സ്, ചങ്ക് ഫ്രണ്ട്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചങ്ക് ഫ്രണ്ട്സാണ്. ഒരു ഫ്ലൈറ്റ് അപകടം ഉണ്ടായിട്ട് മറ്റേ ഇവിടെ ആൽപൈൻ, അതായത് നമ്മളെ എവറസ്റ്റ് എന്നൊക്കെ പറയുന്ന മാതിരത്തെ കുറേ ഒരു പർവ്വത നിര തന്നെയാണ്. അവിടെ പോയിട്ട് ഒരു ഫ്ലൈറ്റ് വീഴുകയാണ്. എന്നിട്ട് കുറച്ച് ആൾക്കാർ സർവൈവ് ചെയ്യാണ്. എന്നിട്ട് അവര് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി. എന്നിട്ട് ഓര് പറയണത് എന്താ വെച്ചാൽ ഇതാണ് അവിടെ ഉണ്ടായത്, നിങ്ങൾക്ക് ഇനിയിപ്പോൾ എങ്ങനെ വെച്ചാൽ നമ്മളെ ജഡ്ജ് ചെയ്യാം, ബട്ട് ഇതാണ് അവിടെ നടന്നിട്ടുള്ളത്. കണ്ടില്ലേ, കാണണം. അത് ഒരു ലൈക്ക് അപ്പൊ കുറച്ചും കൂടി ഹോപ്പ് ഉണ്ട് നമ്മളൊക്കെ സ്റ്റാൻഡ് ചെയ്യുമ്പോഴൊക്കെ. എനിക്ക് മനസ്സിലായി. അല്ല, എനിക്ക് സ്വന്തം ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഞാൻ പോയി മരിക്കുന്നുള്ളത് തന്നെയാണ്. ഒപ്പമുള്ള ആളെ തിന്നിട്ട് ജീവിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അപ്പം എനിക്ക് വരുന്ന ഏറ്റവും വലിയ ഇത് ചോദ്യം, മരിക്കാൻ ഒരു ഡിവൈസ് ഇല്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളൊരു ചോദ്യമാണ്. അത് ഈ വിശപ്പ് പിടിച്ചു വെക്കാറിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അറിയണ്ടല്ലോ. പിടിച്ചു വെക്കേണ്ടി വന്നാൽ നമ്മൾ അങ്ങനെ മരിക്കാൻ ചൂസ് ചെയ്യാൻ പറ്റുമോ? അതായത് നമുക്ക് ക്യാനാണോ, നമുക്ക് പോസിബിൾ ആണത്? ആൾക്കാർ ചിന്തിച്ചിട്ടൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എങ്ങനെ ഇരുന്ന് ഞാൻ പോവാണ് ഇരുന്ന് മരിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം ആണെന്നുള്ള ഇവരൊക്കെ അല്ലേ മറ്റേ ബുദ്ധ സന്യാസിമാരൊക്കെ ഇവരൊക്കെ. പിന്നെ ഫിസിസ്റ്റുകളൊക്കെ എന്താണ് എന്താ ഈ പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ല. ഫിസിസ്റ്റുകളൊക്കെ ഇപ്പോൾ മൈത്രേനോട് സംസാരിക്കുമ്പോഴേ മുപ്പര് പറഞ്ഞ സയൻറ്റിഫിക് ആയിട്ട് നിൽക്കുന്ന ഒരു ഇതെന്താ വെച്ചാൽ ഈ മാത്തമാറ്റിക്കലായിട്ട് ഉണ്ടാകുന്ന സാധനങ്ങൾ നമ്മൾ പ്രൂവ് ചെയ്യാതെ നമുക്കത് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സാധനം പറഞ്ഞു. അത് ഭയങ്കര ഐ ഓപ്പണിങ് ആയിരുന്നു. പോസിബിലിറ്റി അല്ല അവർ പറയണതും, പോസിബിലിറ്റി ഉള്ളൂ. അത് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല. അത് ഓക്കെ, അതുകൊണ്ട് എനിക്ക് അറിയണല്ലേ. അതല്ല അപ്പോൾ എന്താ കിട്ടാത്ത ക്വസ്റ്റ്യൻ കേട്ടോ. അത് എന്താ വെച്ചാൽ അപ്പോൾ നമ്മൾ പല തിയറികളും ലൈക്ക് നമുക്ക് അങ്ങനെ മൾട്ടിവേഴ്സ് അങ്ങനത്തതൊക്കെ നമുക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് ഭയങ്കര, അതായത് പ്രോബബിലിറ്റി ഭയങ്കര കുറവാണ്. മനസ്സിലായോ? അതിൻ്റെ പ്രോബബിലിറ്റി വെച്ച് അപ്പം അങ്ങനെ ഒരു ഇത് വന്നു. കുറേയൊക്കെ ഇതല്ലേ, പ്രഡിക്ഷൻസ് അല്ലേ. സ്ട്രിങ് തിയറി ഒക്കെ ഇപ്പൊ മൊത്തത്തില് ഇതാവുന്നുണ്ടല്ലോ.
എന്താണ്ട് അത് തീരെ അതിന് പിന്നാലെ നടന്നൊക്കെ വെറുതെ ആയി എന്നുള്ള രീതിയിൽ. കുറച്ച് മുന്നല്ലേ എന്താ അവസ്ഥ അറിയില്ല. അപ്പൊ അപ്ഡേറ്റ് വളരെ കുറവാണ്. സ്ട്രിങ്ങിലൊക്കെ ഒന്ന് അപ്ഡേറ്റ് പണ്ട് എന്തായിരുന്നു അത് അങ്ങനെ ഇരിക്കുമ്പോൾ പോവാണോ ഈ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുന്നിട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഭയങ്കര രസമാണല്ലോ. സ്ട്രിങ് തിയറി, കമ്പ്യൂട്ടിങ്, ഇത് മറ്റേത് മറിച്ചത്. ഡബിൾ സ്പ്ലിറ്റിലൊക്കെ നമ്മൾ എത്ര പോയിട്ടുണ്ട് അതിന്റെ വണ്ടർ. എനിക്ക് എന്നിട്ട് അത് ഫുള്ളായിട്ട് ചോദിക്കട്ടെ, എനിക്ക് ഈ രണ്ടായിട്ടാണ് തോന്നിയത് ഈ ഒന്നായിട്ടാണ് തോന്നി ഈ അവിടെ ഇരുന്നിട്ട് വരാന്തയിൽ ഇരുന്നിട്ട് എനിക്ക് ഫീൽ ചെയ്തപ്പോൾ? വരാന്തയിൽ നിന്നിട്ട് ഞാൻ അങ്ങനെ ഫീൽ ചെയ്തപ്പോൾ എനിക്ക് ഉള്ളിൽ വേറെന്താ ഫീൽ ചെയ്തു? ഒന്നായിട്ടല്ല, എനിക്ക് ആണ്ട് എൻ്റെ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നല്ലോ എൻ്റെ തോട്ട്സിൻ്റെ, ആണ്ട് പൊട്ടിയിട്ട് ആ കറക്റ്റ് ആ കൺഫ്യൂഷൻ്റെ അവസ്ഥ. എന്താപ്പത് സംഭവം എന്നുള്ള, എന്താപ്പത് ഞാൻ ഒരു സ്ഥലത്ത് ഒരു കോൺഷ്യസ് പറഞ്ഞൊരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ നോക്കി കാണുന്നതാണല്ലോ. മരണം ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞപ്പോൾ അത് മാത്രമാണല്ലോ. ആ സാധനങ്ങളുടെയൊക്കെ ഒരു ശരിക്കും ആ ഒരു ഡൗട്ട് മനസ്സിലാവുക. എനിക്കെന്തെങ്കിലും മനസ്സിലായി എന്നല്ല ഞാൻ പറയണേ. ആ ഒരു സാധനം കറക്റ്റാണ് ഒരു തുറക്കൽ മതി എനിക്ക് ടങ്ങുണ്ട്. അതിന് ശേഷം എൻ്റെ ഇതിലൊക്കെ മാറ്റം വന്നിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ശരിക്കും മാറ്റം. പിന്നെ കുറേ ഞാൻ പഠിച്ചു. ഇതിൻ്റെ ഉത്തരമുണ്ട് എന്ന് പറയുന്ന സാധനങ്ങളുണ്ടായിരുന്നല്ലോ, റിലീജിയനും ഗ്രന്ഥങ്ങളും. കുറേ ഗ്രന്ഥങ്ങളും ഇതൊക്കെ വായിക്കാൻ തുടങ്ങി. ട്രിപ്പാണ് സംഭവം. അതെങ്ങനെ പോയാൽ സന്യാസം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മളിപ്പോൾ ഒരു സാധനം ഡൗട്ട് വരുമ്പോൾ നമ്മളൊന്ന് നോക്കുക, അതെ അതിൻ്റെ ഉത്തരം പറഞ്ഞിരിക്കണ എവിടെയാണെന്നല്ലേ നോക്കുക. അപ്പോൾ അങ്ങനെ ഇതിലുണ്ട് കേട്ടോ, ഇതിലുണ്ട്, നിങ്ങൾ ഇതിന് ഉത്തരമുണ്ട്, നിങ്ങളെ ചോദ്യം ആരും മുന്നേ ചോദിച്ചിരിക്കണു, അതിന് ഉത്തരം ഈ ബുക്കിലുണ്ട് പറഞ്ഞിട്ട് ആ ബുക്ക് വായിച്ചു നോക്കല്ലേ നമ്മൾ. അതങ്ങനെ നടന്നു. ഉപനിഷത്ത് ഒക്കെ, ഉപനിഷത്ത് കുറേ പോയിനെ, കുറേ പറഞ്ഞാൽ 1 ഇയറിൻ്റെ ഇടയ്ക്കുള്ള ടൈം അതിമൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. നമ്മളെ ചോദ്യം ഇതാണ്. പിന്നെ ഇങ്ങനെ മെല്ലെ ആ ചോദ്യം അവിടെ ഉണ്ടെങ്കിൽ പോലും അത് ഭയങ്കര പീസിലാണ്. ഇപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ട് അല്ല ആ ചോദ്യം ഇല്ല, അതായത് ഒരു ക്ലാരിറ്റി ഇങ്ങനെ വെറുതെ ഇപ്പോൾ ഈ സ്റ്റേജിൽ നിന്നിട്ട് 6th ഡയമെൻഷനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല എന്നുള്ള വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ക്ലാരിറ്റി ഇല്ലേ. 6th ഡയമെൻഷനിലാണ് ഉത്തരം കിടക്കണേ. ഞാൻ ഈ 3 ഡയമെൻഷനിൽ നിന്നിട്ട് അതിന് സോൾവ് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്ന മാതിരത്തൊരു സാധനം. അങ്ങനെ സാധനം മനസ്സിലായി. കൺസീവ് ചെയ്യാൻ നിൽക്കണതിൻ്റെ മേലെയാണ് എല്ലാം നടക്കുന്നത്. ഇപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് പറ്റൂല. എങ്ങനെ പറ്റുക? 1 light year ദൂരെയാണ് ഒരു സാധനം എന്ന് പറഞ്ഞാൽ കൺസീവ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതെന്തൊരു ബയാസ് ഉണ്ടല്ലോ. അത് പറ്റില്ല. എങ്ങനെ പറ്റുക? അപ്പോൾ പക്ഷെ നമ്മളിപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞ് നിൽക്കണതാണോ, പറ്റുമെന്ന് വിചാരിച്ച് അതിൻ്റെ കാര്യങ്ങൾ നോക്കണതാണോ, അങ്ങനെയൊക്കെ ചോദ്യം വരും ഇപ്പം അതിൽ. നമ്മളപ്പോഴും അറിയാൻ പറ്റുന്നത്ര അറിയാന്നുള്ളതല്ലേ. നമ്മള് അങ്ങനത്തെ ജന്തു തന്നെയല്ലേ. അതെ, അങ്ങനത്തെ ഒരു ജന്തുവായിട്ട് തന്നെയല്ലേ നമ്മൾ. നമ്മള് അങ്ങനെ തന്നെയല്ലേ, ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള അനിമൽ അല്ലേ ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ. പൂച്ച പോലെ തന്നെ. അല്ലെങ്കിൽ എന്താ ആലോചിച്ചൊക്കെ ഇത്രയും സാധനങ്ങളൊക്കെ എങ്ങനെയാണ്, എത്ര മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ്, ഇപ്പോൾ എത്ര കോമ്പൗണ്ട്സ് പല രീതിയിൽ ഇതാക്കിയിട്ടല്ലേ ഇങ്ങനത്തെ ഒരു ഈ റൂമിലുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. എമ്മാല് ഡീപ്പായിട്ടുള്ള സ്റ്റഡിയാണ് നടത്തിയിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത് നിൽക്കുന്നില്ല. മൂവീസ് ഏതൊക്കെ കണ്ടിയേ? എനിക്ക് ഇഷ്ടപ്പെട്ട പടം ഏതാ? ഇപ്പം കണ്ടല്ലോ കുമ്പളങ്ങി നൈറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. ഹോപ്പാണ്. അതിൻ്റെ അതേമാതിരത്തെ ഒരു പടം അടുത്ത് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് തമിഴിലെ മറ്റേ എന്താ പടത്തിന്റെ പേര്? മെയ്യഴകൻ. നല്ല പടം. മോനെ ബ്യൂട്ടിഫുൾ പടം തന്നെ. ആ ലവ് എമ്മാരിയാണ് മനുഷ്യന്മാരെ ഇതാക്കണെന്നുള്ളതാണ്. ലവ് കാണുമ്പോൾ ഉണ്ടാവണ എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അതാണ് സംഭവം. സിമ്പിളി അതാണ്. പറഞ്ഞ ശേഷം കാണണം തോന്നിയത്. ലവാണ്, ലവ് എക്സൈറ്റ് ചെയ്യിക്കാണ്, അത്രേ ഉള്ളൂ സംഭവം. കുമ്പളങ്ങി പോലെ തന്നെ ഫീല്. കുമ്പളങ്ങി കേട്ടും ലവാണ് അടിക്കുക. കുമ്പളങ്ങി നമുക്ക് മൊത്തത്തിലൊരു
ഭയങ്കര ഹോപ്പാണ് തരിക. അതായത് അതിൽ നിൽക്കുന്ന ആൾക്കാർ വരെ ആ ഹോപ്പിൽ പോകുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ വെറുതെ കിടന്ന് അങ്ങ് പടം മുന്നോട്ട് വയ്ക്കുക. തീട്ടക്കുഴിയിൽ അങ്ങനെ എന്താ സ്ഥലത്തിന് പേര്, അവിടെ ജീവിക്കുന്ന ആ വീട്ടില്, ഡോറില്ലാത്ത വീട്ടില് അവര് ഫാമിലി സെറ്റ് ചെയ്യണം. അവര് 3 സ്ത്രീകൾ വരികയാണ്. ഭയങ്കര രസമാണ് അതൊക്കെ. എന്നിട്ട് ആ ബ്രദേഴ്സ് സെറ്റ് ചെയ്തിട്ട് സഫറിങ് ആവേണ്ട ആ സ്റ്റേറ്റ് പോലും അവര് ബ്യൂട്ടിഫുൾ ആയിട്ട് വരികയാണ്. ഹോപ്പാണ് ആ പടത്തിന്റെ. അതിപ്പോ അന്ന് ആ ചെക്കനെ കണക്ട് ചെയ്യാറുണ്ട്. വിഷ്ണുവിന്റെ അന്നവിടെ പോയപ്പോ വിഷ്ണു വിഭവ് വിഭവ് എന്ന് പറഞ്ഞ പേര്. വിഷ്ണു പറഞ്ഞ് പേര് പഠിച്ച് വിഭവായിട്ട് അന്ന് സംസാരിച്ചിട്ട് ഇംഗ്ലീഷ് എനിക്ക് അറിയില്ലേ. അതില് പറഞ്ഞിട്ട് കണക്ട് ആയിട്ട് ഓൻ പറയും അതിന് ഇമോഷൻ രണ്ടാളത് സെയിമാണ്. ഞാൻ മോനും ഓൻ പറയാ, ഞാൻ ഓരോ വട്ട പടം കാണുമ്പോൾ ഓൻ കരയുന്നു. ഓൻ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫാമിലിയില് ഹോം തിയേറ്റർ ഉള്ള വീട്, ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ ഒരു വീട് ഉണ്ടാക്കും നമുക്ക് ഇവിടെ. 10-20 ലക്ഷം റുപ്യ നല്ലൊരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാൻ. ഹോം തിയേറ്ററിൽ അപ്പോൾ ഓനെ കണക്ട് ആയിട്ട് ഓൻ പറയാം പോവാ കാണില്ലേ, പോയി കാണില്ല പറഞ്ഞിട്ട് നിൽക്കുക ഓന്. അവർക്ക് എല്ലായിടത്തു നിന്നുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇതായി ആ പടം കണക്ട് ചെയ്തിരിക്കുന്ന നോക്ക്. മലയാളം അറിയാത്ത ഒരാൾക്കാർക്ക് അത്ര കണക്റ്റായി. പാരസൈറ്റ് കണക്ട് ആയ മാതിരി ലോകത്ത് എല്ലാവർക്കും കണക്ട് ആയില്ല പടം. ഒരു നോൺ ഇംഗ്ലീഷ് പടത്തിന് അവർക്ക് കളിയെ കളിച്ചല്ലേ. അതിന് മുന്നേ കുറസഭേൻ്റെ പടത്തിനോ ഉള്ളതുകൊണ്ട് അങ്ങനെ എനിക്കറിയില്ലട്ടോ, കറക്റ്റ് അറിയില്ല. അത് നോൺ ഇംഗ്ലീഷ് ഒരു മൂവി വന്നിട്ട് ഓസ്കാർ അടിച്ച് പോവില്ല മാൻ. അടിയായിരിക്കുമല്ലോ. അല്ല ഓര് പിന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും, ഒരു എൻജോയ് ചെയ്തിട്ടുണ്ടാവും. നല്ലൊരു ആർട്ട് വർക്ക് അല്ലേ, ഈഗോ വെക്കേണ്ട കാര്യം ഇല്ല. അങ്ങനല്ലേ വേൾഡിനുള്ളതല്ല. ഹോളിവുഡ് അല്ല ബോളിവുഡ് തന്നെ അവിടുത്തെ ഓസ്കാർ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വേണ്ടി മാത്രമുള്ള സാധനമല്ലേ. അതിൽ നമ്മളൊക്കെ പെടുക പറഞ്ഞാൽ തന്നെ ഭാഗ്യം എന്നുള്ളിടത്തല്ലേ നിൽക്കുന്നത്. എന്തുകൊണ്ട് വേൾഡിന് അങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവല് ലൈക്ക് അങ്ങനെ എന്ത് ബന്ധുണ്ടല്ലേ? അല്ല അത് അവരുണ്ടാക്കിയല്ലേ. അത് ആലോചിച്ചോക്ക്, ഇവിടെ ഒരു അവാർഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ സാധനത്തിന്റെ ക്വാളിറ്റി ഇതായതുകൊണ്ട് അത് സംഭവമായത്. അപ്പം അതാണ്. അല്ലാതെ ഓരോ ഇവിടെ ഇതേമാതിരി അവിടെ നടത്തരുത് പറഞ്ഞിട്ട് അങ്ങനെ അതല്ലല്ലോ അല്ലേ. കുമ്പളങ്ങി നൈറ്റ്സ് ആ സ്ത്രീകള് അവരൊക്കെ ലൈഫിലേക്ക് ഓരോ സ്ത്രീകള് വരുമ്പോ അവരെ ജീവിതം ചേഞ്ച് ആവണതൊക്കെ ഭയങ്കര രസമായിട്ട് കാണിച്ചിനാ പടത്തില്. അപ്പൊ മറ്റവനൊക്കെ മരിക്കാൻ പോവല്ലേ, മരിക്കാൻ പോണോടുന്ന അവർക്ക് പെയിന് വരികയാണ്. ആ ചങ്ങായിക്ക് പിന്നെ ലൈഫിൽ വേറൊരു മീനിങ് വരികയാണ്. അതുവരെ നമ്മൾ അറിയാത്തൊരു റിലേഷൻഷിപ്പാണ് പ്രണയം എന്ന് പറഞ്ഞാല്. ഓന്റെ സുഹൃത്തിന്റെ ഭാര്യയാണല്ലോ, വേറെ ഒരു സാധനല്ലേ, ഫ്രണ്ട്ഷിപ്പാണ് അവിടെ. സത്യം. പിന്നെ ലൈഫ് മാറില്ലേ. എനിക്കിപ്പോ കുറച്ചും കൂടി കിട്ടുന്നുണ്ട്. സ്ത്രീകള് ആ പ്രണയത്തിന്റെ ഭാഗമായിട്ടല്ലല്ലോ അതിനകത്ത്, അത് മാത്രല്ല എന്നല്ലേ. അതെ, കുമ്പളങ്ങി ഹെവി പാടാണ്, ഇമോഷണൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഫഹദ് എന്തായിരുന്നല്ലേ ഒരു ടെൻഷൻ, എമ്മാതിരി ടെൻഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് സീന്. പിന്നെ ആ പ്രോബ്ലം വരുമ്പോ ബ്രദേഴ്സ് ഒന്നിക്കണിങ്ങനെ മെല്ലെ ഇങ്ങനെ ഒന്നിക്കണുണ്ടല്ലോ, അന്നിങ്ങനെ മുഴച്ചു നിൽക്കാതെ ഒരു സീനായി കാണിക്കാതെ ബ്ലെൻഡായിട്ട് സംഭവിക്കാണല്ലോ. അയാൾ പിന്നെ ഒരു പടം എടുത്തിട്ട് ചേടോ 10 കുമ്പളങ്ങി ഇറങ്ങിയിട്ട് ഇപ്പൊ എത്ര കൊല്ലായി പേടിച്ചോണ്ട് അയാൾക്ക് ഇനി പൈമ അതിന്റെ മുകളിലൊരു സാധനം എന്നൊക്കെ പറഞ്ഞ് നിൽക്കാവൂല. എനിക്കറിയില്ല. മധുസി നാരായൺ ഞാൻ ഇടയ്ക്ക് നോക്കലുണ്ട് അയാൾ അപ്ഡേറ്റ്. വേറെ പടം ഉണ്ട്, ഒറ്റ പടം മുമ്പിൽ ചെയ്യണില്ല, തൊള്ളിയും തുറക്കൂല ചങ്ങായി. ആടെ ഒരു ഇൻട്രോവേർട്ട് ചങ്ങായി. ഞാനല്ലതൊന്നും ചെയ്ത് പറഞ്ഞിരിക്കണേ ഇന്റർവ്യൂലൊക്കെ. ചിലപ്പോ അതായിരിക്കും, പറയാൻ പറ്റില്ല. ചിലപ്പോ അടുത്ത മാസ്റ്റർ പീസ് വരായിരിക്കും. പുതിയ പടങ്ങളൊക്കെ ഇങ്ങനെ ഈ എല്ലാം പോയി തിയേറ്ററിൽ പോയി കാണുന്നല്ലേ. പോടാ, ഞാൻ ഇപ്പൊ കഴിഞ്ഞ എണ്ണിപ്പോ ഈ വർഷം മൊത്തം തിയേറ്ററിൽ പോയി കണ്ടിരിക്കണ 10-15 പടറ്റോ കണ്ടിരിക്കണം.
ആകണ്ടിയാണ്. ലൈഫ് മാറിയിട്ടുണ്ട് തന്നെ. എന്തൊരു മാറ്റം, എല്ലാവരും മാറുന്നുണ്ട്. പണ്ട് എന്താണ് എൻ്റെ ഫാദറിനോട് ഞാൻ ചോദിച്ചിരുന്നത്, നിങ്ങളെന്താ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പോയി ചില്ലയാത്ത. അപ്പോൾ മൂപ്പരിങ്ങനെ ചിരിച്ചു. അത് ഇതൊക്കെ തന്നെ നമ്മളൊക്കെ ലൈക്ക് ആ ഒരു മാറ്റേ ആക്കെ മനസ്സിലാവുന്നില്ല. അപ്പൊ എന്താ പറയല്ലേ, ഇപ്പൊ അത് എക്സ്പ്ലെയിൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇല്ല ഇല്ല, അതാണ് അവിടെ എനിക്ക് തോന്നുന്നുണ്ട് നമ്മളെ സീനിയേഴ്സൊക്കെ നമ്മളെ നോക്കി ചിരികളില്ലേ, ഏത് എത്തിയില്ലേ, ഇപ്പൊ മനസ്സിലാവണില്ലേ, അതാണ് തോന്നുന്നുണ്ട്. പക്ഷെ ലൈഫ് ബ്യൂട്ടിഫുൾ തന്നെയാണ്, എനിക്ക് അങ്ങനെ തോന്നണ്ടേ. സഫറിങ് അതിലല്ല, നമുക്കിത് അങ്ങനെയൊക്കെ തന്നെയാണ്. അത് ഡിനേ ചെയ്തിട്ടല്ല നിൽക്കുന്നത്, അങ്ങനെയൊക്കെ തന്നെയാണ്. അതാണ്. എന്നാ പിന്നെ നമുക്ക് മാക്സിമം ഒന്ന് പൊളിച്ചാളാന്ന് നവ്വിലാവാന്നുള്ളത് തന്നെയല്ലേ പൊളിക്കാന്ന് പറയുമ്പോ. നവ്വിലാവ് തന്നെയാണ് പവർ എന്ന് പറയാൻ പറ്റുമോ. അതാണ് നമ്മൾ ഏറ്റവും പവർഫുൾ ആയിട്ട് നിൽക്കുന്ന മൊമെന്റ് എന്നാണ് തോന്നുന്നത്. പക്ഷെ ഈ നവ്വിലാവുമ്പോൾ പിന്നെയും കുറേ സാധനങ്ങൾ അതിൻ്റെ കൂടെ വരേ. നവ്വിലായാൽ മാത്രം പോരാ, നിങ്ങൾ മോറലി നവ്വിലാവണം. അപ്പം എന്താണ് മൊറാലിറ്റി, അങ്ങനെ സാധനം വരുമല്ലോ. വെറുതെ നവ്വിലായിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ വേറൊരാളെ ഉപദ്രവിക്കാതെ അപ്പോൾ അതിൽ നിന്നാ മതി. അപ്പോൾ ഓരോ പാഠങ്ങൾ അതിൻ്റെ പിന്നാലെ എങ്ങനെ വരും. ഈ ഒറ്റ സാധനം കൊണ്ട് നമുക്ക് നവ്വിലാണെന്നുള്ള ഒറ്റ തീരെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നവ്വിലാണെന്നുള്ള ഒറ്റ തീരെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. മനസ്സിലായി. അതിന് നവ്വിലായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് സ്കില്ലാണേ. നമ്മൾ 24 മണിക്കൂറും നമ്മള് നവ്വല്ലാതെ നിന്നാലോ. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു വില്ലന് നവ്വിൽ നിൽക്കാം. ഒരു ഈവിള് മാത്രം ചെയ്യുന്ന ആൾക്ക് അയാൾ പൂർണ്ണമായിട്ട് നവ്വിൽ. ഇപ്പോൾ ജോക്കർ ഫുള്ളായിട്ട് നവ്വിലായിരിക്കും, ബാറ്റ്മാൻ നവ്വിലായിരിക്കും, ജോക്കർ ഫുള്ളായിട്ട് നവ്വിലാണ്. രണ്ടുപേരും നവ്വിലാണെങ്കിൽ രണ്ടുപേരും അത് ചെയ്യുമോ എന്നുള്ള ചോദ്യമില്ല. പൂർണ്ണമായിട്ട് നവ്വിലാവില്ല ജോക്കർ ഓൻ്റെ സാധനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണ്ടാവുക. അത് ചെയ്യുമ്പോഴല്ലേ. പക്ഷെ അതിലേക്ക് തോട്ട്സ് പോകുന്നില്ലേ, ഉണ്ടാവോ? ഡീപ്പാണ്, പൊട്ടത്തരാണ് പറയുന്നത്. തോട്ട്സ് അതിലേക്ക് ലീഡ് ചെയ്യുന്ന തോട്ട്സ് ഇല്ലേ. ഇപ്പൊ ബാറ്റ്മാനായി നിൽക്കാനൊരു തോട്ട് ഓടുന്നുണ്ടല്ലോ കൺസിസ്റ്റന്റ് ആയിട്ട്. ഫുള്ള് നവ്വിലായിട്ട് നിന്ന അയാൾ ബാറ്റ്മാൻ ആവോ? തോട്ടില്ലാത്ത അവസ്ഥയാണോ നവ്വ്? തോട്ടില്ലാത്ത അവസ്ഥ അല്ല. നവ്വ് എന്ന് പറയുന്നത് ആ സാധനം, ഇപ്പം നമ്മൾ ചെയ്യുന്ന സാധനം ഏറ്റവും നന്നാക്കി ചെയ്യാനുള്ള തോട്ട്സുമായിട്ട് നിൽക്കുന്ന ആ അവസ്ഥയല്ലേ. അങ്ങനെ വെക്കാം. പക്ഷെ എപ്പോഴും അങ്ങനെ ആയിരിക്കും. മേക്ക് സെൻസ്. ഞാനൊക്കെ തോട്ട്സ് ഇല്ലാത്ത അവസ്ഥ എന്നുള്ള ഇതിലെടുത്ത് അത് ഈ മറ്റേ ടീമൊക്കെ പറഞ്ഞിട്ടുണ്ട്. തോട്ട്സ് ഇല്ലാത്ത സന്യാസി ടീമൊക്കെ തോട്ട്സ് ഇല്ലാത്ത അവസ്ഥ അല്ലേ. എനിക്കെന്തോ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോ അല്ലേ. ഇതെന്താണ് അവസ്ഥ? ഡെത്ത് ഫീൽ ചെയ്തില്ല മോനെ. ഇതെന്താണ് അവസ്ഥ? എനിക്ക് മനസ്സിലായി. എനിക്ക് ചിന്ത മുന്നോട്ടേക്ക് ഇല്ല ഫുള്ള്. അപ്പൊ അതെന്താ അവസ്ഥയാണ്? ചിന്ത മുന്നോട്ടേക്ക് അത് അങ്ങനെ സാധനത്തിന് പറയും സീറോ തോട്ട്. അങ്ങനെ സാധനം പറയുന്നുണ്ട്, സീറോ തോട്ട്. ആ അവസ്ഥ ഐഡന്റിഫൈ ചെയ്യണപ്പോൾ ആരാണ്? അപ്പം നമ്മൾ സമാധാനത്തിലാണ് ഐഡന്റിഫൈ ചെയ്യുന്നൊരു അവസ്ഥ ഇല്ലേ, സീറോ തോട്ട് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ ഇവരൊക്കെ പറയലുണ്ട്. നമ്മളെ സന്യാസിമാരും ഇതൊക്കെ ഉണ്ടല്ലോ, പരമാനന്ദത്തിലെത്തുമ്പോഴുള്ള അവസ്ഥ സീറോ തോട്ട്സ് ആണ്. ആ സാധനങ്ങളൊക്കെ പറയലുണ്ട്. പരമാനന്ദം രസമുള്ള വാക്കുകളൊക്കെ ഉണ്ടായില്ല. പരമാനന്ദം എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കാവല്ലേ? പരമാനന്ദം എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും? ആനന്ദിക്കായിരിക്കുമോ? സെക്സിന്റെ മുകളിൽ സെക്സിൽ കണക്ട് ചെയ്യുന്ന സാധനമാവും. സെക്സിൽ ഏറ്റവും പ്ലഷർ അറിയുമ്പോൾ അതന്നെയല്ലേ. ഈ ജീവിതത്തിൽ അനുഭവിച്ച ഏത് സെക്കൻഡുകളൊക്കെ ജീവിതത്തിൽ എടുത്തൊക്കെ
ഈ ജാക്കുലേഷൻ്റെ സമയമല്ലേ ഏറ്റവും പ്ലഷർ പറഞ്ഞ ഒരു മനുഷ്യൻ അനുഭവിക്കണേ അല്ലേ? എനിക്കത് തോന്നിയിട്ടില്ല. അതല്ല പരമാനന്ദം. പ്രാണനാഥൻ എനിക്ക് നൽകിയ പരമാനന്ദ രസത്തെ അപ്പൊ അതിന്റെ മുകളിലുള്ള എന്തെങ്കിലും സാധനമായിരിക്കും. എന്നാലും ഞാൻ എടുക്കുള്ളൂ. അല്ല അപ്പൊ താല ഇവിടെ ഇതില്ലേ, കഷ്ടപ്പെട്ട് ഇതില്ലേ, അതിന്റെ മുകളിൽ എന്തെങ്കിലും ഞാൻ എടുക്കുള്ളൂ അല്ലേ? വേണ്ട. അതിന് ആലോചിച്ച സെക്സിന്റെ ഒക്കെ രസം നോക്കുക, നമ്മൾ അനുഭവിക്കാനുള്ളല്ലേ ഒരു ഫീലിങ്, ഒരു എന്തോ ഒരു അല്ലേ ബ്രെയിനിലെ ആ സാധനങ്ങള് എല്ലാതും കൂടി ബ്ലെൻഡ് ആയിട്ട് ഒരു സാധനം അനുഭവിക്കല്ലേ. എന്താ അവസ്ഥയാണ് നമ്മൾ അനുഭവിക്കുന്ന ഒരു ഫീലാണുള്ളത്. ഭക്ഷണം കഴിക്കുക അതുമില്ലേ, അതുകൊണ്ട് നല്ല വിശന്നിരിക്കും ഭക്ഷണം. അതെന്താണ് നല്ല വിശന്നിരിക്കുമ്പോ ഭക്ഷണം കഴിക്കണല്ലേ, അതിനെക്കാട്ടി സുഖമുണ്ടോ? അതിനെക്കാട്ടി മുകളിലല്ലേ സെക്സ്? മേലെ തന്നെ അല്ലേ? വേറൊരു ഫീല് പറഞ്ഞു. അതെ അതെ, വിശന്നിരിക്കും. നല്ല മുട്ടി നിന്നിട്ട് മൂത്രമൊഴിക്കുന്ന, ടോയ്ലറ്റ് പോകുന്ന. നമ്മളെ ശരിക്കും വിശന്നിരുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഒരു ദിവസം കഴിക്കാൻ ഇരുന്നുണ്ട്, അത് വെള്ളം കുടിച്ചിട്ട്. അതായത് 24 അല്ലെങ്കിൽ ഒരു 40 മണിക്കൂർ 48 മണിക്കൂർ വെള്ളം മാത്രം കുടിച്ചിരുന്നുണ്ടാവും. അതാണ് ഇപ്പം എൻ്റെ ഒരു വിശപ്പ് പറയാൻ പറ്റുന്ന സാധനം അറിഞ്ഞിരിക്കണത്. വിശന്നിട്ട് ഒരാൾ 7 ദിവസമൊക്കെ വരെ ജീവിക്കുന്ന പറയണേ. അപ്പൊ ഈ 6ാമത്തെ ദിവസം അനുഭവിക്കുന്ന സാധനം ഉണ്ടല്ലോ, 7 മേലെ പോകണ്ടാണ്. വെള്ളം ഉണ്ടെങ്കിലോ? വെള്ളത്തുമ്പോ മാത്രം 7 മേലെ പോലെ. ഫാറ്റ് കഴിച്ചിട്ട് പിന്നെ മസിൽസ് കഴിച്ചിട്ടല്ലേ നമ്മള് 7 പറയണോ? ഞാൻ എവിടെയും കണ്ടിരിക്കണു, നോക്കിയാൽ മതി. വിത്തൗട്ട് വാട്ടർ അല്ല, വിത്തൗട്ട് ഓൺലി വിത്ത് വാട്ടർ. പ്രോംപ്റ്റ് എന്താ വരിക? ഹൗ ലോങ് യു ക്യാൻ സർവൈവ് ഓൺലി വിത്ത് വാട്ടർ. കുറെ കമന്റ്സ് ഒക്കെ വരും, എന്താ എന്താളിരുന്ന് ചിരിക്കണേ, എന്താണായിട്ടുള്ള കാട്ടണതൊക്കെ. അത് നമ്മൾ ആദ്യം ക്ലിയർ അല്ല പോയിനടാ അവിടുത്തെ. ഹൗ ലോങ് ഹ്യൂമൻ ക്യാൻ സർവൈവ് ഓൺലി വിത്ത് വാട്ടർ. നായകാട്ടൻ ഇതെന്താ ഇങ്ങനെയൊക്കെ വരുന്നത്? GPT അടിച്ചു നോക്ക്, അതിലെന്നെ അടിക്കുന്നത്. ഗൂഗിളിൽ അടിച്ചു നോക്ക്. വാട്സപ്പിൽ ഇതുണ്ട് പറഞ്ഞു. ഉണ്ട് വാട്സപ്പിലൊന്ന് വന്നിട്ട് സജീർ ആണല്ലോ. ഞാൻ ഞെട്ടിപ്പോയി. വാട്സപ്പിലോ? ഇതിപ്പോ ഓരോ പ്ലാറ്റ്ഫോം നോക്കി ഇവര് ചെറുതായിട്ട് തുടങ്ങി അതിങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് ഫുള്ള് പാനലായിട്ട് ഇരിക്കണം കേട്ടോ, നമ്മളെ ഫുൾ ടീമായിട്ട്. പിന്നെ എന്താ കേൾക്കാന്നുള്ളത്? അതല്ല, 8 ആൾക്കാരൊക്കെ ആയിട്ട് കോമഡി മാത്രം, ലൈഫിൽ ഭയങ്കര ചിരിച്ച കോമഡികൾ മാത്രമായിട്ട് ഒരു സെഷൻ രസാവും. ഭാഗ്യം. The length of time a person can survive with only water varies depending on factors such as age, sex, weight, activity level, climate, and overall health. Generally, a person can survive for several weeks without food, but only a few days without water. Here are some general guidelines. 3 to 5 days. The average person can survive without water for 3 to 5 days in a hot, dry climate. 5 to 7 days. In moderate climate, a person can survive without water for 5 to 7 days. Without water ആണ് 5 to 7 ഒക്കെ പറയുന്നത്. ഓക്കെ. പിന്നെ കൂൾ ക്ലൈമറ്റ് 10 ഡേ വരെ ഐസ് പൊട്ടിച്ച് കുടിച്ചാൽ പോലെ എനിക്ക് ഇല്ലെങ്കിലോ
അപ്പൊ എന്താണ് വെള്ളം ഇല്ലാതെയാണ് വെള്ളം ഉണ്ടെങ്കില്. അപ്പൊ മഹേഷൊക്കെ ഒരു കൊല്ലം ജീവിക്കും, ഫാറ്റൊക്കെ തിന്ന് വരണ്ടേ, എത്തണ്ടേ ഒരു മൂലക്കെന്ന് കഴിച്ച് വരണ്ടേ. ഇതിന്റെ ഒരു ഇതുണ്ട് പോലും. ഇത് ആദ്യം നമ്മളെ ഫാറ്റ് എടുക്കും, ഫാറ്റ് എന്നാണല്ലോ അല്ലേ, പിന്നെ മസിൽസ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എല്ലും അല്ലെ കാസ്റ്റവേല് കണ്ടിട്ടില്ലേ, ലാസ്റ്റിലേക്ക് ഇട്ട് എല്ലും കൊട്ടയായിട്ട് നിൽക്കുമല്ലോ, അങ്ങനെ ഇങ്ങോട്ട് എല്ലും കൊട്ടയാവും. അങ്ങനെയാണ് പോവാ. മറ്റേ അല്ലെങ്കിൽ ഇപ്പൊ ഈ മറ്റേ നിരാഹാര സമരമൊക്കെ ചെയ്ത ആൾക്കാരൊക്കെ വേഗം മരിച്ചു പോകണ്ടല്ലേ. അതെ അതെ അതെ. അപ്പൊ വെള്ളം ഇല്ലാതെ ഒരു 7 ദിവസം വരെ കൂൾ ക്ലൈമറ്റിൽ നിൽക്കൂലേ? വെള്ളം ഇല്ലാതെ 7 to 10 ദിവസം നിൽക്കാന്ന് പറയണേ. അത് ഈ കുറെ ഫാക്ടേഴ്സ് മാറ്റർ ആണെന്ന് പറഞ്ഞത്. എടാ പക്ഷെ ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. ആൾക്കാർ ഈ ഫാസ്റ്റിങ് ചെയ്തിട്ട് 3 ദിവസമൊക്കെ 3 ദിവസം ഒക്കെ ഈ ഫുഡില്ലാന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു അവസ്ഥയ്ക്ക് എത്തും, വേറെ ഒരു അവസ്ഥയ്ക്ക് എത്തും നമ്മളല്ലോ, നമ്മളെ മൈൻഡൊക്കെ. പിന്നെ അത് കൂളാവുമല്ലോ നമുക്ക്, ലൈക്ക് വിശപ്പിനോട് നമ്മള് ഓക്കെ ആവുമല്ലോ. അങ്ങനത്തെ ഒരു മൊമെന്റ് വരും നമുക്ക്, ദേഷ്യം ഇതൊക്കെ വരുമല്ലോ. എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം അല്ലേ അത്. ചെയ്ത് നോക്കാവുന്ന പറ്റുന്ന കാര്യമല്ലേ. അതെ അതെ. പക്ഷെ നമുക്ക് അതൊക്കെയാണ് അതിൽ പേടി വരുന്നത്. അതിൽ ആ ദേഷ്യം പറ്റുന്ന ആ മൊമെന്റ്സ് ഒക്കെ അല്ലേ, നമുക്ക് വിശന്നിട്ട് കിട്ടി നമ്മളെ കൺട്രോള് പോകുന്നൊരു സാധനം ഉണ്ടല്ലോ. അത് പക്ഷെ നമ്മളെങ്ങനെ പിടിച്ചെന്നാല് അത് നമ്മളറിയല്ലോ. വിശപ്പ് ഇങ്ങനെ കൂടി പോയിന്റ് എത്തുമ്പോൾ ആ വിശപ്പ് ആ വയറുണ്ട് ഇതാവണ അറിയില്ലേ, ആ ഒരു ഫീലിംഗ് ഇല്ലേ, അതിങ്ങനെ സംഭവിക്കായിരിക്കും അതിന്റെ പാറ്റേൺ. അങ്ങനത്താണ് സംഭവിക്കുക. മനസ്സിലായി എനിക്ക്. ഫാറ്റിന് എടുക്കും നമ്മളെ ബോഡിയിൽ നിന്ന് കിട്ടണില്ല കണ്ടു കഴിഞ്ഞാല് ഫാറ്റിന് എടുത്തിട്ട് വിശപ്പണ്ട് മാറുമല്ലോ നമുക്ക്. പിന്നിക്കൊണ്ട് അതിങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ പാറ്റേൺ അതിങ്ങനെ നടക്കുമായിരിക്കും. എന്നിട്ടാണ് ഈ എല്ലുമ്പക്ക് ഇങ്ങനെ എത്തുന്ന അവസ്ഥയായിരിക്കും. എനിക്കൊന്നും അറിയണമെന്നുണ്ട്. അല്ലാതെ ആഗ്രഹിക്കണ്ട. എല്ലാം ചോദിച്ചാ തരുന്ന പൗലോ കൊയില പ്രകൃതി തരുന്നല്ലേ ആൾക്കാര്. ഈ വർഷം ആരെങ്കിലും ആസ്ക് ചെയ്തുള്ളൂ പെയിലൂടെ. പെയിൻ വരുമ്പോ തന്നെ അല്ലേ ഫീലിംഗ് അല്ലായ്മ ദിലീപ? പെയിനല്ലേ ഏറ്റവും ഡെപ്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇമോഷൻ. സത്യം. പെയിൻ എൻജോയ് ചെയ്യുന്നുണ്ട് ആൾക്കാര്. പിന്നെ ഈ പെയിനാണ് ലേണിങ്. നമുക്കൊന്നും പെയിനില്ലാത്തതുകൊണ്ടോ ഇപ്പൊ മൈത്രേൻ്റെ ലേണിങ്ങും പെയിനിലല്ലോ. അപ്പൊ കുറച്ച് പാസീവ് ആവും നമ്മള്. നമുക്ക് പറയാനായിട്ടില്ല കേട്ടോ, എനിക്കറിയാം പേഴ്സണലി. അല്ല, ഞാൻ മൈത്രേന്ന് പറയുമ്പോ ഒരു എക്സാമ്പിൾ എടുത്ത് പെയിനിലാണോ മൂപ്പര്? അതുണ്ടാവല്ലോ, എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ പറയല്ലേ അയാളുടെ സ്റ്റേറ്റ് എന്താണ്. പെയിനിലുണ്ടാവുന്ന ലേണിങ് അത് ഭീകരമായിരിക്കും തോന്നി. എനിക്കൊന്ന് ഭയങ്കര സംഭവങ്ങളൊക്കെ പെയിനിലാവും ഉണ്ടാവും. ഇപ്പൊ സ്റ്റോറീസ് ഒക്കെ ഉണ്ടാവണ പെയിനിലല്ലേ? പെയിനിലാണ്. അപ്പം ഉണ്ടാവണ നമ്മളെ ലേണിങ്ങിന്റെ ഒരു സാധനം ചിലപ്പോൾ വേറെ ആയിരിക്കും. സ്റ്റോയിസിസത്തിൽ ആ കപ്പലിന്റെ കഥയാണ് എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നി. അതായത് ഒരു വലിയൊരു എന്താ പറയുക, ഭയങ്കര റിച്ച് മാനാണ്. അയാളെ 3 കപ്പലുകളൊക്കെ അയാളെ കൺമുന്നിൽ നിന്നൊക്കെ കത്തിപ്പോവാണ്. ജീവിതം മൊത്തം സമ്പത്ത്, ജീവിതത്തിലെ ഫുൾ അത് ഇങ്ങോട്ട് വന്നാലും അയാൾക്ക് എല്ലാം സെറ്റാവുക. അയാൾ മുന്നിൽ നിന്ന് ഇങ്ങോട്ട് പോവാണ്. അപ്പം അയാള് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, പോയാലോ പോയി അതാണ്. പക്ഷെ ആ വിധിയിലേക്ക് വിട്ടെടുക്കുന്ന ഒരു സാധനമാണത്. അപ്പത്തെ പോയിന്റിൽ ഏറ്റവും നന്നായിട്ട് അതെ നമുക്ക് നിൽക്കാൻ പറ്റുന്ന സ്റ്റേറ്റ് എന്താന്നുള്ളതാണ്. അതെ സത്യം. ഇത്രേ ഉള്ളൂ. നമ്മള് ഗുരു എന്ന് പറഞ്ഞാലും ടീച്ചിങ് എന്നൊക്കെ പറഞ്ഞാലും ഇത്രേ ഉള്ളൂ. ചിന്തിക്കാനുള്ളൊരു സാധനം, ഒരു ഐഡിയ. നമ്മള് ഗുരു എന്ന് പറഞ്ഞത് ഹനിക്കാൻ പറ്റാത്ത തോട്ടൊന്നുമല്ല. അങ്ങനെ ആകുമ്പോഴാണ് അത് പ്രശ്നമാവണത്. ഗുരു എന്ന് പറഞ്ഞാൽ മുന്നേ ആലോചിച്ച ഒരാളുടെ ഒരു ഐഡിയ, അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെയല്ല നമ്മളെ ഇവിടെ ഉള്ളതേ. ഈ പറയുമ്പോ എനിക്ക് ഈ നല്ലൊരു സ്റ്റേറ്റിലാണ് നിൽക്കുന്നതെന്ന് പറയാം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഗുരു എന്ന് പറഞ്ഞാൽ ഗുരുവാണ്, അങ്ങനെ നിൽക്കണം.
ഒരു ഐഡിയക്ക് വേറെ അല്ല റിലീജിയൻ പറയണ ഗുരു ഒക്കെ ചോദിച്ച് ചെയ്യാൻ പറ്റാത്ത ഗുരുവാണല്ലോ. അവിടെ തന്നെ അയാൾ പോയി ഗുരു. പിന്നെ ഗുരു അല്ല, ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താ പിന്നെ എന്താ അവസ്ഥ? ഓക്കെ ആണോ? ഫ്രണ്ട്ഷിപ്പാണ് വേണ്ടത് അല്ലേ? ഫ്രണ്ട്ഷിപ്പാണ് ശരിക്കും വേണ്ടത്. ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള. അതെ അതെ. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്ഥലമുള്ള മുന്നേ സഞ്ചരിച്ച ഒരാൾ, ചോദ്യങ്ങൾ ചോദിക്കാൻ സ്ഥലമുള്ള മുന്നേ സഞ്ചരിച്ച ഒരാൾ, അതാണ് ഫ്രണ്ടാണ്. അയാൾ മുന്നേ ജനിച്ചിരുന്നു, മുന്നേ സഞ്ചരിച്ചിരുന്നു മാത്രമേ ഉള്ളൂ വ്യത്യാസം. അതെ അതെ അതെ. പക്ഷെ രണ്ടുപേരും ഡിഫറെന്റ് പാത്തടേ. അപ്പൊ അത് നമുക്ക് ടോപ്പാന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പോയിട്ടുള്ള വഴിയല്ല അത് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഓരോരുത്തർ പോയിട്ടുള്ളത്. എല്ലാവരുടെയും ഡിഫറെന്റ് ആണ്, അത്രയും യുണീക്കാണ് എല്ലാവരും. അതെ, മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരേ ബസ്സിലായിരിക്കും എല്ലാവരും, പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോകുന്ന വേറെ വഴിക്കായിരിക്കും. അത്ര യുണീക്കാണ്. അപ്പോൾ അതാണ്, എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അതാണ് ഇപ്പം എനിക്ക് സെയിം തോട്ട് പ്രോസസ്സിൽ നിൽക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും ഇപ്പം ഞാൻ മനസ്സിലാക്കിയ മാതിരി ഈ മനസ്സിലാക്കിക്കൊന്നിനെ സംസാരിക്കും മനസ്സിലാവില്ലേ? മനസ്സിലാവും, പക്ഷെ ഞാൻ ഇമാജിൻ ചെയ്ത മാതിരി ആയിരിക്കും ഈ ഇമാജിൻ ചെയ്യാതെ. അത് മറ്റേ ചോദ്യമായി, അങ്ങനത്തെ ചോദ്യമായി. അതിൻ്റെ ഉത്തരം കണ്ടുപറ്റുമ്പോഴേക്ക് അത് കോൺഷ്യസ് തന്നെ. എൻ്റെ ഈ എങ്ങനെ കോൺഷ്യസ് ആയിരിക്കണമെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ ഇപ്പം ഞാൻ നിൽക്കണേ. ഞാൻ പറഞ്ഞൊരാളെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഒരു അതെന്താണ് എൻ്റെ അവസ്ഥ എന്താന്ന് എനിക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ലല്ലോ. അത്ര ലോസ്റ്റ് ആയിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാന്ന് പറയാം. അതൊക്കെ ആദ്യം എനിക്ക് എപ്പോഴുള്ള ഒരു ഒരാള് ഇപ്പൊ ഇന്നെന്താ മനസ്സിലാക്കാത്തത് ഒക്കെ പറയുമ്പോ നമുക്ക് ആ ചെറിയൊരു ഇതിൽ നമുക്ക് പറയാം, മനസ്സിലാക്കാം. നമ്മളെ തന്നെ മനസ്സിലാവാതെയാണ് നിക്കണല്ലേ. ഒരാൾ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്ന പറയുമ്പോൾ നമുക്ക് പറ്റുന്നത്ര മനസ്സിലാക്കാനേ പറ്റുള്ളൂ. സത്യം. ഇപ്പൊ എന്തൊരു എനിക്കിപ്പുണ്ടായിരുന്നൊരു എന്തിനു പറയാ റിവലേഷൻ, എന്താണ് എപ്പിഫനി തിരിച്ചറിവാ ഇപ്പുണ്ടായത്. ഡെത്തിനെ ഞാനും അഖിലും ഡെത്തിനെ ഭയങ്കര വെൽക്കം ചെയ്യുന്ന ആൾക്കാരായിരുന്നു. എന്താണ് അടുത്ത സ്റ്റെപ്പാണത്. എന്നെ സംബന്ധിച്ച് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു ആക്സെപ്റ്റൻസ് അല്ല, ഓനെ സംബന്ധിച്ച് ഭയങ്കര അങ്ങനെ വ്യത്യാസമുണ്ട്. ഒരേ കോൺസെപ്റ്റാണ്, വ്യത്യാസമുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഏറ്റവും ലോജിക്കലായിട്ടുള്ള ഏറ്റവും അടുത്ത സ്റ്റെപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിചാരിക്കണമെങ്കിൽ ഏറ്റവും ലോജിക്കലായി ചെയ്യാൻ പറ്റുന്ന സാധനം, ചൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവം ഡെത്ത് എന്നുള്ള രീതിയിലുള്ള സാധനം. അങ്ങനത്തെ ഒരാൾക്ക് പച്ച മരിച്ചപ്പോൾ കിടന്ന് മോങ്ങേണ്ട ആവശ്യമില്ല. ഞാനെൻ്റെ അഖിലിനോട് ചോദിച്ചു, കോൺട്രഡിക്റ്റ് ചെയ്തിട്ട് നമ്മൾ നിൽക്കുന്നവർക്ക് വല്ല ഐഡിയ ഉണ്ടോ? വല്ല ഐഡിയയിലാണ് നമ്മള്. അപ്പൊ അതല്ലേ ഏറ്റവും നല്ല അവസ്ഥ എന്നല്ല ഇപ്പൊ നമ്മള് ചലിച്ച് അല്ലെങ്കിൽ വിചാരിച്ച് നടക്കണേ. അപ്പൊ ഒരാള് അയക്കടെ പോയപ്പോ കിടന്ന് പോകണത് എന്താ പൈൻ്റെ എന്താന്നുള്ള സത്യം അതൊരു എപ്പിഫനി. അപ്പൊ നോക്കെ എന്തൊക്കെ സംഭവിക്കണേ. ഇന്ന ഞാൻ വിചാരിച്ച വെച്ച ഇന്നല്ല ഞാന് അവിടെ എങ്ങനെ നിക്കുന്നു വിചാരിച്ചല്ല. അതാണ് ഞാൻ വിചാരിച്ച, അല്ലെങ്കിൽ എന്റെ ചിന്തയോ ഒന്നും അവിടെ വില പോയില്ല. മനസ്സിലായി. ഈ എനിക്കൊരു ധാരണ ഉണ്ടാവില്ല, അത് സംഭവിക്കുകയാണെങ്കിൽ ഇങ്ങനെയാവും നിക്കാന്ന് വിചാരിച്ചൊരു അങ്ങനെ ധാരണ ചെയ്യുന്നു. ഞാനത് സംഭവിക്കുമ്പോ എങ്ങനെയാണോ വെച്ചാ അങ്ങനെ ഫ്ലോയിലായിരുന്നു. പക്ഷെ ഇതാണ് സംഭവിക്കുക എന്നുള്ളത് സംഭവിച്ചപ്പോഴാണ് അറിയണേ. ഡീപ്പായിരുന്നു പെയിൻ അതിന്റെ കോറിലല്ല. പ്രൊഫൗണ്ട് എക്സ്പീരിയൻസ്. മഷ് കഴിഞ്ഞാൽ അല്ല, മഷിന് മുന്നത്തെ ഒരു എക്സ്പീരിയൻസ് പ്രൊഫൗണ്ട് എക്സ്പീരിയൻസ്. മഷിന് മുന്നേ വെക്കാൻ പറ്റിയ എക്സ്പീരിയൻസ് പറഞ്ഞാൽ അതന്നെ.
എനിക്ക് ഞാൻ എന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിയൊക്കെ പറയുമ്പോൾ. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്, നമ്മളെ പ്ലേസ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മളവിടെയാണ് അത് ഫീൽ ചെയ്യുക, അല്ലാതെ എന്നിട്ട് കാര്യമില്ല എന്നുള്ളത്. അതെ. പക്ഷെ അപ്പോഴും ഞാൻ പറയണത് ആ അറിവുകളുണ്ടല്ലോ മുന്നേ പെയിനിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ആവനാഴിയിൽ എടുത്തു വെച്ച കുറെ ആയുധങ്ങളാണല്ലോ മറ്റേതൊക്കെ. അതൊക്കെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ അതിന്റെ സപ്പോർട്ട് ഇല്ലാതെ അല്ല അപ്പോഴും നിക്കണേ. അത് ആ സപ്പോർട്ടും കൂടെ നിന്നിട്ടാണ് ഈ അവസ്ഥ. അപ്പൊ അത് ആവനാഴിയിൽ ഒന്നും ഇല്ലെങ്കിൽ ഭയങ്കര വീക്കായി പോകുന്ന ഉണ്ണിക്ക്. ആൾക്കാർ ചിലപ്പോൾ കട്ട് ചെയ്യേ, എനിക്ക് മനസ്സിലായി. എനിക്ക് അത് വേറൊരു അവസ്ഥ അല്ലേ. ആ റിലേഷൻ കട്ട് ചെയ്താലോ? ഈ പെയിന് പേടിച്ചിട്ടല്ലാതെയും ഇപ്പോൾ ഒരു ഫ്രീഡം ഇതിലൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മളിപ്പോൾ നമ്മളെ ആ വേരുകളും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അബ്സൊല്യൂട്ട് ഫ്രീഡത്തിന് സന്യാസം വെസ്റ്റേൺ സൊസൈറ്റിയിലൊക്കെ ഉള്ള പോലെ ഒരു 18 വയസ്സായിട്ട് അവർ പറന്നു പോകുന്ന ആ ഒരു സാധനത്തില്ലേ. അതിപ്പോ ആ കുട്ടി വന്നിട്ട് പറഞ്ഞ അതും പെയിൻഫുൾ ആണെന്നല്ലേ. അതും പെയിൻഫുൾ അല്ലേ ഞാൻ പറയണേ. ആയിരിക്കും. അവിടെയും ഡെത്ത് വരുമ്പോ പെയിൻഫുൾ തന്നെ ആവൂലേ? എനിക്കറിയില്ല. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കുക, ഈ മൂത്ത കുട്ടികളാകുമ്പോ ഞാൻ വിചാരിച്ചത് എനിക്ക് എൻ്റെ ഉപ്പാനോട് നല്ല സുഖല്ലേ. ചെറിയ കുട്ടിയല്ലേ, ചെറിയ കുട്ടികളാവുമ്പോ ശരിക്കും പറഞ്ഞാല് പാരന്റ്സിനോട് ആ കുട്ടിക്കളി കളിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടും. അല്ലെങ്കിൽ ഞങ്ങളത് എടുക്കുന്നുണ്ട് ആ ചാൻസ്. ഈ മൂത്ത കുട്ടികൾ ശരിക്കും അവിടെ ഒരു അത് നമ്മളിനിപ്പോ കോയിൻ ചെയ്താക്കുന്നല്ല, ജസ്റ്റ് ഒബ്സർവേഷനിൽ നമ്മളെ വീട്ടിലെ കിടക്കണത് പറയാന്നാണ്. മൂത്ത ആൾക്കാർക്ക് ബാരിയർ ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അത് കോയിൻ ചെയ്യാൻ നമ്മൾ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആക്കുന്നല്ലോ. ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം പറയാം, നമ്മുടെ സർക്കിളിലൊക്കെ കണ്ടിട്ടുള്ളൊരു കാര്യം പറയാം. ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ആ ബ്രേക്കിങ് നമ്മളെ നീഡായിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവില്ല. എന്നെ സംബന്ധിച്ച് അങ്ങനെ അത് ബ്രേക്ക് ചെയ്തിട്ടൊക്കെ നിന്ന് ഞാനത് ഫുള്ളായിട്ട് എനിക്ക് നീഡേ അല്ലായിരുന്നത് അത് ബ്രേക്ക് ചെയ്യല്. അതല്ലാതെ തന്നെ വേറെ സാധനമായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, വേറെ സാധനമായിട്ട്. അപ്പൊ അമ്മയായിട്ട് അങ്ങനെയല്ല. വേറെന്ത് ചോദിക്കാന്നല്ലോ. എന്താണ്? അല്ല അതാണ് പെയിൻ. നമുക്ക് പെയിനില്ല ഷൈമ. അപ്പോൾ അതാണ് നമ്മളെ ഡിസ്കഷൻ്റെ ഇൻറ്റൻസിറ്റി പോയിക്കണത്. നമുക്ക് ലേണിങ്ങിനുള്ള ത്വര കുറഞ്ഞിട്ടുള്ളത്. എന്താ സംഭവം എന്ന് വെച്ചാൽ പെയിന് കുറവാണ്. അപ്പം നമ്മൾ ആ പെയിൻ അല്ലാത്ത അവസ്ഥയിലും പ്രൊഡക്റ്റീവാണ് നമ്മൾ, അല്ലാന്നല്ല. പക്ഷെ അതിന് ആ ഒരു പ്രൊഡക്ടിവിറ്റി അതിന് ഉണ്ടാവുള്ളൂ. മനസ്സിലായി എനിക്ക്. ഇന്റൻസിറ്റി അത് പെയിനിലാവുമ്പോൾ സെനക്ക് ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കാനുള്ളൊരു അവസ്ഥക്ക് അയാളുടെ എത്തിപ്പെടുന്നത് അടിമയിൽ നിൽക്കുമ്പോ അല്ലേ. അപ്പൊ അയാൾ അതിൽ പീസിലായിട്ട് നിൽക്കാണ്. അടിമത്തത്തിൽ ഏറ്റവും നല്ല അടിമയായിട്ട് നിൽക്കുകയാണെങ്കിൽ, ഇത് അടിമയാണെങ്കിൽ ഏറ്റവും നല്ല അടിമ, അങ്ങനെ സാധനമൊക്കെ പറയണല്ലേ. അങ്ങനത്തെ ഒരു ഇതിലൊക്കെയാണ് നല്ല അടിമയായിട്ട് നിൽക്കുക, നല്ല ഇതായിട്ട് നിൽക്കുക, അങ്ങനെയാണ് മൂപ്പര് നിൽക്കുന്നത്. അതിനോട് പീസിലാണ് സ്ലേവറിയില്. പക്ഷെ ഇയാളത് വായിച്ചു കഴിഞ്ഞാല്, മാർക്കസ് ഒറീലിയസിന്റെ വായിച്ചു കഴിഞ്ഞാല് അയാൾ പീസിലാന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അയാള് അത്രയും കലുഷിതമായിട്ടുള്ള അവസ്ഥയെ കൂടിയാണ്. അയാൾക്ക് ഒരാളില്ലല്ലോ ചുറ്റും. അയാൾക്ക് മാർക്കസ് ഒറീലിയസിനെ പറ്റി കേൾക്കുമ്പോ എനിക്ക് പെട്ടെന്ന് ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണ കാര്യമായിരിക്കും തോന്നുന്നില്ലേ. കാരണം ഒരാള് ഇങ്ങനെ മനസ്സിലാക്കി ഒറ്റയ്ക്ക്, കാരണം അയാള് ഒന്ന് ചക്രവർത്തിയാണ്. ഈ രാജാവ് എന്നൊക്കെ പറയുമ്പോ എല്ലാരും ഭയങ്കര പൊളിറ്റിക്കലി കറക്റ്റ് ഒക്കെ ആയിട്ടേക്കാണ് അവർ. കാരണം രാജാവിനെ ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെയൊക്കെയാണ് സംസാരിക്കുക. അപ്പൊ ഇയാള് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാള് ചുറ്റുള്ള ആൾക്കാരൊക്കെ ഇയാളെ പ്രീതിപ്പെടുത്താൻ നിൽക്കുന്ന അവസ്ഥയാണ്. എല്ലാരും ഇങ്ങനെ ഉപരി ടോപ്പാക്കാണ്, നിങ്ങൾ ടോപ്പാണ്, നിങ്ങൾ സംഭവമാണ്. അപ്പൊ അയാൾ സത്യം കാണുന്നില്ല. മനസ്സിലായെങ്കിൽ മരുഭൂമിയിൽ നിൽക്കുന്ന കാര്യമാണ്.
ആൾക്കാർ സത്യം പറയാത്ത നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞാല് അയാള് മരുഭൂമി നിൽക്കുന്ന അവസ്ഥയിലാണ് അയാള് നിൽക്കുന്നത്. മനസ്സിലാക്കി? കാരണം ഒന്നുമില്ല, അയാള് ഒരു മരുഭൂമിയിൽ ഒറ്റക്ക് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ സത്യം പറയുന്ന ആൾക്കാര്, സത്യം ഭയങ്കര ബ്രൂട്ടലായിരിക്കും, അങ്ങനത്തെ ആൾക്കാരാണ്. മാർക്കസിനൊക്കെ അത് ഭയങ്കര കുറവായിരുന്നു. അയാളൊക്കെ നോക്ക്, അയാളെ ക്രോസ് ചെയ്ത ചിന്തകളാണല്ലോ അയാൾ. മനസ്സിലായി പറയണേ. അയാളത് ആർക്കും കാണാൻ വേണ്ടി പോലും എഴുതിയതല്ല. പക്ഷെ നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തോട്ട് പ്രോസസ് നല്ല രീതിയിൽ തിങ്ക് ചെയ്യാൻ പഠിപ്പിച്ച കുറെ ആൾക്കാർ, എങ്ങനെ ചിന്തിക്കണം എന്നല്ല, എങ്ങനെ സ്വന്തം ചിന്തേനെ അതാണ് അവർ പഠിപ്പിച്ചത്. എന്ത് ചിന്തിക്കണം. അതെ അതെ, ഭയങ്കര ഇതാണ്. ഞാനൊക്കെ ലൈക്ക് കുറേ ലേറ്റ് ആയിട്ടല്ലേ ശരിക്കും ചിന്തയിലേക്ക് തന്നെ വരുന്നത്. മറ്റേ ഇങ്ങനെ കുറേ ഇങ്ങനെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യല്ല, ചിന്തിക്കാൻ കുറേ കൂടുതൽ നിന്നിട്ടല്ലേ ചിന്തിക്കുന്നത്. റിലീജനിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ, അതിൻ്റെ പുറത്ത് ഓരോന്നും, അവിടെ വേറൊരു സ്ഥലത്ത് പോയി അവിടെ ഒരാളുണ്ടാവും, അയാളെ ഒരു ചട്ടക്കൂടാണ്. എനിക്ക് മനസ്സിലായോ? ഹൈറാർക്കിയൽ ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് നിൽക്കേണ്ടത്. അവിടെ നമ്മൾ ലിമിറ്റഡ് ആണ് നമ്മൾ സംസാരിക്കാൻ. ഇസ്ലാമിൽ അങ്ങനെ ബ്രേക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ അങ്ങോട്ട് ചിന്തിച്ചാൽ വരെ തെറ്റ് എന്നുള്ളതാണ് നിൽക്കുന്നത്. അപ്പോൾ ചിന്ത അവിടുന്ന് ബ്ലോക്കാണ്. അങ്ങോട്ടേക്ക് ചിന്തിച്ചാൽ വരെ നരകത്തേക്ക് എന്നുള്ള രീതിയിലൊക്കെയാണ്. അങ്ങനെയാണ് കുട്ടിയാകുമ്പോൾ തന്നെ തന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് ചിന്തിക്കാനേ പാടില്ല എന്ന് പറയുന്നിടത്ത് നമ്മൾ ബ്ലോക്കാണ് അവിടെ. മനസ്സിലായോ? കാരണം ചിന്തിച്ചാൽ തെറ്റാണ്. അപ്പം നമ്മൾ ആ ചിന്ത പോവില്ലല്ലോ. ചിന്ത പോവും ശരിക്കില്ല, എല്ലാവർക്കും പോകുന്നുള്ളതാണ്. എല്ലാവർക്കും പോകും, അതന്നെ. അത് എത്രത്തോളം അതിങ്ങനെ, പക്ഷെ അതാണേ, ഇത് കുറേ കഴിഞ്ഞിട്ടാണ് ഇതിന്ന് ലൈഫിൻ്റെ ഒരു പകുതിയൊക്കെ ആവുമ്പോഴാണ് അതിന്ന് ചിന്തിച്ചിങ്ങോട്ട് കരകയറേണ്ട ഒരു ഫൈറ്റാണ്. കുറേ ഇതാക്കിയിട്ടുണ്ടാവും, കുറേ ബയാസസ്, അൺലേണിംഗ് അല്ലേ. ഇതൊക്കെ കയറ്റിയിട്ട് അത് ചെയ്യാൻ പാടില്ല, മൂല്യര് പറഞ്ഞ മാതിരി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് ഫുൾ ഡിവിനിറ്റി ഇതൊക്കെ പഠിപ്പിച്ചിട്ട് നമുക്ക് പിന്നെ അതിന് ഇങ്ങോട്ട് പിന്നെ നേരെ സ്കൂളിൽ വന്ന് പഠിക്കുന്നത് നേരെ അതിൻ്റെ ഓപ്പോസിറ്റാണ്. എന്ത് കോൺട്രഡിക്ടറി ആണ്. അതായത് ഡാർവിൻ്റെ സിദ്ധാന്തം അവിടെ പഠിക്കുന്നു, ഇവിടെ പറയണു എല്ലാം പടച്ചോന ഉണ്ടാക്കിയെന്ന് പറയണു, അവിടെ പോയിട്ട് ഡാർവിനാണെന്ന് പറയണു. പിന്നെ ഇതങ്ങനെയാണല്ലേ, മലക്കുകളാണ് ഇടിച്ചിട്ടാണ് അതുണ്ടാവണമെന്ന് പറയുന്നു, ഇവിടെ പറയണു മേഘങ്ങൾ ഉള്ളിൽ ഇത്. അപ്പോൾ ഇത് ഇങ്ങനെ എത്താ നടക്കണത് ലൈക്ക്. അപ്പോൾ ഇതിന് എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ വിശ്വസിക്കാത്ത നമ്മൾ വിശ്വസിക്കുന്ന സാധനത്തിന്റെ ഓപ്പോസിറ്റ് എഴുതിയാലാണ് നമുക്ക് മാർക്ക് കിട്ടുക. അപ്പോൾ ലൈക്ക് അങ്ങനത്തെ രീതിയിലാണ് ഇത് പോകുന്നതേ. എനിക്ക് മനസ്സിലായോ? നമ്മൾ ഫുള്ള് അപ്പോൾ ഇതൊക്കെ കൂടി മനസ്സിലാക്കിയിട്ട് വരികയാണെങ്കിൽ തന്നെ എത്ര ടൈം എടുക്കും? ലൈക്ക് തേങ്ങാക്കോല. നമുക്ക് നിർത്തും. ഓൺ ദാറ്റ് നോട്ട് നമ്മളെ എനർജി ഭയങ്കര കുറഞ്ഞ മാതിരി ഉണ്ടല്ലേ? എനിക്ക് തോന്നുന്നു അതന്നെ തോന്നുന്നുണ്ട്. എനർജി കുറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. നമ്മളൊന്നും കൂടി കാമായ പോലെ വന്നു, കുറച്ചൊന്ന് കാമായ പോലെ വന്നു. ഒന്ന് സിഗരറ്റ് വലിച്ചില്ല, നമ്മള് സിഗരറ്റ് വലിച്ചിട്ടുണ്ടാവും. പിന്നെ തുടക്കം തൊട്ടിട്ട് നമ്മള് കാം തന്നെയാണ്. അയ്യോ, ഇത് പോഡ്കാസ്റ്റിനോ? മറ്റേതാ പറയണെങ്കിൽ കുറച്ച് പറയണ്ടല്ലേ. ഓക്കെ, സംസാരിക്കാം. അടുത്തിട്ട് നമുക്ക് എന്താ, നമുക്ക് സ്റ്റോയ്സ് എപ്പോഴും നമ്മൾ ഇരുന്നിട്ടില്ലല്ലോ ഇതില്. അതൊന്ന് ശ്രീകുമാറിനെ ഇതാക്കണേ. അത് സ്റ്റോയിക്കല്ലേ, അതിനെ കുറിച്ച് കാര്യമില്ല. സ്റ്റോയിസ് സംസാരിക്കുമ്പോൾ സ്റ്റോയിക്കിനെ കൂട്ടിട്ട് കാര്യമില്ല. അയാൾ ഓൾറെഡി സ്റ്റോയിക്കാണ്. എന്താണ് പറയാ, അങ്ങനെ ഇരിക്കുന്നല്ലാതെ.